ഓം കർപ്പണ്യദോഷോപഗതസ്വഭാവകച്ഛാമിത്തം ധർമ്മസമൂഢചേതക യശ്രേയസ്യാ നിശ്ചിതം ബ്രൗഹിതന്മേ ശിഷ്യസ്തേ അഹം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ഭക്തിയോഗമാണ് നമ്മൾ 12-ാം അധ്യായത്തിൽ കണ്ടത്. അചഞ്ചലമായ ഭക്തി വേണം, അത് അനന്യമായ ഭക്തി, ഏകാന്ത ഭക്തി. ഭക്തിയിൽ ആരെയും കൂട്ടുപിടിക്കേണ്ടതായിട്ടില്ല, അതാണ് ഏകാന്ത ഭക്തി എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ജനിച്ചിരിക്കുന്നത് അവരവരുടെ കർമ്മബന്ധനങ്ങളെ കൊണ്ട് ഇൻഡിവിജ്വലി ആണ് ജനിച്ചേക്കുന്നത്. അത് ജനനത്തിന് കാരണം പ്രകൃതിയുണ്ട്, അതേപോലെ പ്രകൃതി സ്വഭാവം അനുസരിച്ച് അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. എന്നാലും ഓരോരുത്തരും ജനിച്ചിരിക്കുന്നത് അവരവരുടെ കർമ്മ പ്രാരാബ്ധങ്ങളെ കൊണ്ടാണ്. അതുകൊണ്ട് മനുഷ്യജന്മം വരെ എത്തി നിൽക്കുക. നമ്മൾ 84 ലക്ഷം തരം ജീവജാലങ്ങളായിട്ട് ജനിച്ച് മരിച്ച് 50% ദൈവീയ സമ്പത്തും 50% ആസുരി സമ്പത്തും തുലനാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ജീവാത്മാക്കളാണ് മനുഷ്യജന്മത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈശ്വരപ്രാപ്തിയാണ്. അത് ഓരോ ശരീരമെടുത്ത് വന്നിരിക്കുന്ന മനുഷ്യൻ്റെയും, അത് ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശുദ്ധനായാലും സ്ത്രീ ആയാലും പുരുഷനായാലും, മനുഷ്യജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം ഈശ്വരപ്രാപ്തിയാണ്. അപ്പോൾ ആ ലക്ഷ്യം തീരുമാനിക്കാം. ആ ലക്ഷ്യം തീരുമാനിച്ചാൽ 50% ദൈവീയ സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ട്, 50% ആസുരി സമ്പത്തുമുണ്ട്. ദൈവീയ സമ്പത്ത് എന്ന് പറയുന്നത് ഈശ്വരന്റെ ശക്തി തന്നെയാണ്, അതിൻ്റെ ഗുണങ്ങളും. അതിലെന്തൊക്കെ നമ്മൾ ജീവിതത്തിൽ ഈ ശരീരം ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ, സുഖഭോഗങ്ങളോ ഇന്ദ്രിയ ഭോഗസുഖങ്ങളോ ആസുരീയമായിട്ടോ ഇല്ലെ ഭൗതികമായിട്ടോ ആത്മീയമായിട്ടോ ഏതൊക്കെ തരത്തിൽ ഗുണം അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിട്ട് അത് അനുഭവിക്കുന്നുണ്ടോ അതൊക്കെ ദൈവിക സമ്പത്തിന്റെ പ്രഭാവം കൊണ്ടാണ്. എവിടെയൊക്കെ എന്തൊക്കെ ഗുണങ്ങൾ പ്രകടമാകുന്നു അതൊക്കെ സദ്ഗുണങ്ങളൊക്കെ നമ്മളിൽ സ്വഭാവത്തിൽ പ്രകടമായാലും മറ്റുള്ളവരിൽ പ്രകടമായാലും ഈ പ്രകൃതിയിൽ പ്രകടമായാലും ഒക്കെ ഈ ഗുണങ്ങൾ എന്ന് പറയുന്നതൊക്കെ ഈശ്വരീയ ഗുണങ്ങളാണ്. എന്തുണ്ടായിട്ട് നശിക്കുന്നു അതൊക്കെ ആസുരി സമ്പത്താണ്. ആസുരി സമ്പത്തിലുള്ള ഗുണങ്ങളും അതിലുമുണ്ട് ഗുണങ്ങൾ, പക്ഷേ അതില് ഗുണങ്ങൾ നശിച്ചു പോകുന്നതാണ്, താൽക്കാലികമായിരിക്കും. ദൈവീയ സമ്പത്ത് ശാശ്വതമാണ്. അപ്പൊ ലക്ഷ്യം തീരുമാനിച്ചാൽ ലക്ഷ്യം എന്താണെന്ന് ഉറപ്പിച്ചു കൊള്ളണം. മനുഷ്യജന്മത്തിലൂടെ ഈശ്വരപ്രാപ്തിയാണ്. ആ ഈശ്വരപ്രാപ്തിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈശ്വരീയ ഗുണങ്ങളെ പോഷിപ്പിച്ച് നിലനിർത്തി അതിലൂടെ തന്നെ ഈശ്വരിലേക്ക് എത്താൻ സാധിക്കും. പക്ഷെ നമ്മൾ സാധാരണ മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ മറ്റ് ജീവജാലങ്ങളായിട്ട് ജനിക്കുമ്പോഴും അവിടെയും ആസുരീയ സമ്പത്തിൻ്റെ ഗുണങ്ങൾ അനുസരിച്ചുകൊണ്ട് പ്രമോഷൻ കിട്ടി വരുന്നതാണ് നമ്മൾ മനുഷ്യജന്മത്തിലേക്ക്. അതുകൊണ്ട് ഭൗതികമായിട്ടുള്ള അസുരീ സമ്പത്തിനോടുള്ള അറ്റാച്ച്മെൻറ്റും ആകർഷണീയതയും ആ സുഖഭോഗങ്ങളിലും ആയിരിക്കും ആദ്യം നമ്മൾ രമിക്കുക. അതുകൊണ്ട് ഭക്തിയിലേക്കോ ഈശ്വരൻ ആരെന്ന് പോലും അറിയാൻ മേലാത്തൊരവസ്ഥയിലായിരിക്കും മനുഷ്യജന്മം കിട്ടുന്നത് പോലും. കാരണം മൃഗങ്ങളുടെ ഒന്നും അറിയാൻ മേലാത്ത ആ അസുരീ ഭാവത്തിൽ അധോജന്മത്തിൽ നിന്നാണ് ആദ്യത്തെ മനുഷ്യജന്മം കിട്ടുന്നതെങ്കിൽ ആദ്യത്തെ മനുഷ്യജന്മം കിട്ടുമ്പോൾ പിന്നെ കുറെ കാലങ്ങളോളം നിരീശ്വരവാദിയോ യുക്തിവാദിയോ ഒക്കെ ആയിട്ടായിരിക്കും പോവുക. പിന്നെ എല്ലാവിധ കൺസിക്വൻസീസും അനുഭവിക്കും. ഈ അസുരി സമ്പത്തിനെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്നവർക്കെല്ലാം ദുഃഖപൂർണമായിരിക്കും ജീവിതം, യാതൊരു സംശയമില്ല. അപ്പോൾ വരവും പോക്കുമായിട്ടിരിക്കും. അപ്പോൾ പല പ്രാവശ്യം 1, 2, 3 മണ്ഡലങ്ങളിലൊക്കെ നരകയാതനകൾ, ക്ലേശങ്ങളായിരിക്കും. അവിദ്യാദി ദോഷങ്ങളെക്കൊണ്ടുള്ള ക്ലേശങ്ങളൊക്കെ നേരിട്ട് അനുഭവിക്കും.
അവിടെയൊന്നും യാതൊരു പരിഹാരമില്ലാത്ത, പരിഹാരത്തിന് പോകണമെങ്കിൽ ഈശ്വരനുമായിട്ട് ബന്ധം വേണം. അതില്ലെങ്കിൽ പിന്നെ അതൊക്കെ അനുഭവിക്കുക തന്നെ നിവൃത്തിയുള്ളൂ. അത് പിന്നെ അതാണ് പോഷിപ്പിച്ച് വരുന്നത്. അതുകൊണ്ട് ഈശ്വരനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ രണ്ടായിട്ട് കാണുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് 4ാമത്തെ സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ്. കുറേശ്ശെ ഈശ്വരനാണ്. ദുഃഖം സഹിക്കാൻ മേലാത്തവർ പല പ്രാവശ്യം അനുഭവിച്ചു കഴിയുമ്പോഴേ ഈ ദുഃഖം മാറാൻ എന്താ ചെയ്യാന്നൊക്കെ തന്നെ അപ്ഗ്രേഡേഷൻ വരികയാണ്. നമ്മുടെ ചിന്താശകലങ്ങൾ അങ്ങനെ തന്നെ വരും. അങ്ങനെയാണ് കുറേശ്ശെ ഭക്തിയിലൊക്കെ വരിക തന്നെ. ഈശ്വരനുണ്ട്, നമ്മളെയൊക്കെ നയിക്കുന്ന ഏതോ ഒരു ശക്തിയുണ്ട്, അതുകൊണ്ട് ആ ശക്തിയെ വിളിച്ചാലേ ഓട്ടോമാറ്റിക്കായിട്ട് വേദനിക്കുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞാൽ ആ അക്ഷരങ്ങളിൽ ആ അകാരം ഈശ്വരൻ തന്നെയാണെന്നുള്ള നമുക്ക് അറിയില്ലെങ്കിലും വേദനിച്ചിട്ട് വിളിക്കുമ്പം ഈശ്വരനെ വിളിക്കലാവുന്നത്. അതൊക്കെ ആത്മബോധം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, സ്വയമേവ ആകർഷിക്കപ്പെടുന്ന അർത്ഥം. നമ്മൾ ആരുടെയും പ്രേരണ കൊണ്ടോ എത്ര നിർബന്ധിച്ചാലും എത്രയൊക്കെ ദേഷ്യം എടുത്താലും എന്തൊക്കെ ഗുരുവിൻ്റെ ഉപദേശം കേട്ടാലും ഇൻഡിവിജ്വലി ശ്രമിക്കാത്തിടത്തോളം കാലം, അത് ഉൾക്കൊണ്ട് താല്പര്യത്തോടു കൂടി ശ്രമിക്കാത്തിടത്തോളം കാലം യഥാർത്ഥ അച്ചീവ്മെന്റ് ഭക്തിയിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറയുന്നതൊക്കെ കേട്ടാലും നിങ്ങളതനുസരിച്ചു കൊണ്ട് ഏത് ധർമ്മ്യാമൃതമിതം അതോക്തം പരിഭാസതയെ ശ്രദ്ധതാനാമത്പരമഭക്താസേ അതീവമേ പ്രിയ എന്ന് പറയുന്നുണ്ട് അല്ലേ? അതാണ് അവസാനത്തെ ശ്ലോകം. എപ്പോഴും നോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയണത്. ഈ ശ്ലോകം അനുസരിച്ചുകൊണ്ട് നമ്മൾ 100% ഇൻഡിവിജ്വലി പ്രവർത്തിക്കണം. അപ്പോൾ ലക്ഷ്യം തീരുമാനിച്ചാൽ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കണം. അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുന്നതിന് ശരീരമാധ്യം ഖലു ധർമ്മസാധനം. നമുക്ക് ആകെയുള്ള ഒരു ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയിരിക്കുന്ന ഈ ശരീരമാണ്. ശരീരത്തിൽ ഈശ്വരന്റെ പരാശക്തി ആകുന്ന ജീവചൈതന്യം ഉണ്ട് താനും. അപ്പോൾ ഈ ജീവചൈതന്യത്തെ ശരീരത്തിൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങളിലും കർമ്മേന്ദ്രിയങ്ങളിലും മനസ്സിലും ഒക്കെ അതിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ പോഷിപ്പിക്കണം. അതാണ് യഥാർത്ഥ ഭക്തി. നിങ്ങൾ പുറത്തേക്ക് അന്വേഷിച്ച് പോകേണ്ടതില്ല. ആദ്യം തന്നിലുള്ള ശരീരത്തിലൂടെയുള്ള ഈശ്വര ശക്തി, ഈശ്വര ചൈതന്യത്തെ നിങ്ങളുടെ കർമ്മേന്ദ്രിയങ്ങളിലും നിങ്ങളുടെ ജ്ഞാനേന്ദ്രിയങ്ങളിലും മനസ്സിനും സ്ഥാനം കൊടുത്ത് അത് ഉറപ്പിക്കണം. അതിനുള്ള അനുഷ്ഠാനങ്ങളായിരിക്കണം ശരീരം കൊണ്ട് ചെയ്യേണ്ടത്. അതിന് ഏത് തരത്തിലുള്ള അഭ്യാസം കാണിച്ചാലും വേണ്ടില്ല. അതാണ് യഥാർത്ഥ ഭക്തി. അനുഷ്ഠാനം, അചഞ്ചലമായ ഭക്തി. നിങ്ങൾക്ക് പ്രാരാബ്ധങ്ങളോ ദുഃഖങ്ങളോ ഇല്ലാതെ വരുന്ന പ്രശ്നമില്ല. ഇതിനൊന്നും പരിഹാരമില്ല. കാരണം പൂർവ്വജന്മാർജിതമായ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ജന്മമെടുത്തിരിക്കുന്നത്. അത് ഈ ശരീരത്തിലുള്ള ക്ലേശങ്ങളായിട്ടും ഇന്ദ്രിയ ഭോഗസുഖങ്ങളായിട്ടും പുണ്യത്തിൻ്റെ ഗുണങ്ങൾ സുഖമായിട്ടും പാപത്തിൻ്റെ ഫലം ക്ലേശങ്ങളായിട്ടും ശരീരത്തിലൂടെ തന്നെ ഇൻഡിവിജ്വലി അനുഭവിച്ച് ചെയ്യണം. ഇറ്റ് കാനോട്ട് ബി ഷെയർ. ശരീരമാധ്യം ഖലു ധർമാസന. നമ്മൾ എന്തിനായി ക്ലേശങ്ങൾ, പ്രാരാബ്ധം ഒഴിവാക്കിയിട്ട് നമുക്ക് അചഞ്ചലമായ ഭക്തിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഈ പ്രാരാബ്ധം അനുഭവിച്ചുകൊണ്ട് തന്നെ അചഞ്ചലമായ ഭക്തി ഉണ്ടാക്കണമെന്ന് ഭൂമിദേവിയോട് മഹാവിഷ്ണു പറയുന്നുണ്ട്. അതിന് ഗീതാശാസ്ത്രത്തെ അനുസരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അവിടെ യാതൊരു സംശയവുമില്ല. വിഷ്ണു അല്ല ഗീത പറഞ്ഞത്, ശ്രീകൃഷ്ണ ഗീത പറഞ്ഞത്. എന്നിട്ടും വിഷ്ണു ഭൂമിദേവിക്ക് എന്താ പറഞ്ഞു കൊടുത്തത്? എൻ്റെ തന്നെ അവതാരമായിരിക്കുന്ന ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കാൻ ഗീത അനുസരിക്കാനാ പറഞ്ഞു. ഭഗവാൻ ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പൂർണ്ണ അവതാരമായിട്ട് ജനിച്ചത് തന്നെ. നമ്മളൊക്കെ ജനിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയാണല്ലോ മാധ്യമം. അതുകൊണ്ടാണ് നമുക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡേഷൻ ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഈ ജനങ്ങളെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ഇവരൊക്കെ പ്രാരാബ്ധം അനുഭവിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് തന്നെ വരണേ. ഭൂമിയിലാണ് വന്ന് ജനിക്കുക. അതുകൊണ്ട് എങ്ങനെയാ ഭക്തി ഉണ്ടെങ്കിൽ തന്നെ അചഞ്ചലമായ ഭക്തിയില്ല. അതിന് കാരണം എന്താ? പ്രാരാബ്ധങ്ങൾ. ഈ പ്രാരാബ്ധങ്ങൾ കാരണമാണല്ലോ നമുക്കും ഇപ്പോൾ ജപിക്കാനിരുന്നാലും അമ്പലത്തിൽ ദർശനത്തിന് പോയാലും ഭക്തി സംബന്ധമായിട്ട് വീട്ടിൽ വെച്ചിട്ട് ഒരു പൂജ നടത്തിയാലും അത് 100% നമുക്കത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രാരാബ്ധങ്ങളെ കൊണ്ടാണ്. നിങ്ങൾ പ്രശ്നം വെച്ചിട്ട് അതിൻ്റെ പരിഹാരാർത്ഥമായിട്ട് പോലും
ആ ഒരു കർമ്മം നടന്നാൽ നിങ്ങൾ 100% ആ പൂജയിൽ പങ്കെടുക്കാറുണ്ടോ? നമ്മുടെ ദുരിതം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കർമ്മിയെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്നത്. അവരും പരികർമ്മികളും മാത്രം 100% അവിടെ അറ്റൻഡ് ചെയ്താൽ മതിയോ? അവസാനം തൊഴാൻ നേരത്ത് മാത്രം നമ്മൾ ചെന്നാൽ മതിയോ? ഇതൊക്കെ സ്വയം ഒന്ന് അന്വേഷിക്കണം. ഇത്തരത്തിൽ ആരും ചിന്തിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല. സാധാരണഗതിയിൽ എല്ലായിടത്തും നടക്കുന്നത് എങ്ങനെയാ? എത്ര വലിയ അഷ്ടമംഗല പ്രശ്നം വച്ചിട്ട് പരിഹാരം നടന്നാലും, ഒരു ക്ഷേത്രത്തിൽ നടന്നാലും വേണ്ടില്ല, ഒരു ഗ്രഹത്തിൽ നടന്നാലും വേണ്ടില്ല, ആ പരിഹാര കർമ്മങ്ങളുടെ അവസാനം തൊഴാറായി എന്ന് പറയുമ്പോഴല്ലാതെ ഒരുത്തനും അവിടെ പോയിട്ട് തൊഴില്ല, അവിടെ 100% അറ്റൻഡ് ചെയ്യില്ല. കുറച്ചുകൂടെയൊക്കെ അതിലൊക്കെ വ്യത്യാസം ഞാൻ കണ്ടിട്ടുള്ളത് നോർത്ത് ഇന്ത്യയിലാണ്. ഒരു കുടുംബത്തിൻ്റെ ഒരു കാര്യത്തിന് പൂജ നടന്നാൽ ഭാര്യയും ഭർത്താവും എങ്കിലും നിർബന്ധമായിട്ടും മുമ്പിൽ വന്നിരിക്കുക. അവരെ കൊണ്ട് പണ്ഡിജിയുടെ ഒപ്പം തന്നെ എന്താണ് ഹോമിക്കുന്നത് ആ ഹോമദ്രവ്യം മന്ത്രം ചൊല്ലി ഒപ്പം ഹോമിപ്പിക്കുവർ. കേരളത്തിൽ ആ രീതിയില്ല, അത് ചെയ്യാനുള്ള അർഹതയില്ല എന്തൊക്കെയോ തെറ്റിദ്ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വഴിപാട് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതല്ല, നമ്മൾ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. നേരിട്ട് ചെയ്യാൻ പറ്റാത്തതാണല്ലോ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴും നമ്മൾ 100% അവിടെ ശ്രദ്ധ എന്ന് പറയുന്നത് അതാണ്. ഏതു ധർമ്മ്യാമൃതം യഥോക്തം പര്യുപാസന എന്ന് പറയുമ്പോൾ ഈ നിത്യയുക്തമായിട്ട് ഉപാസിക്കുന്നതിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരും. നിത്യയുക്തമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ നേരിട്ട് ചെയ്യണം. മറ്റൊരാളെ കൊണ്ട് ചെയ്യിച്ചാൽ നമ്മൾ നേരിട്ട് അറ്റൻഡ് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? അതൊക്കെ അനുഷ്ഠാനങ്ങളിൽ വരുന്നതാണ്. ഈ ഭക്തി എന്ന് പറയുന്ന ഈശ്വര ഭക്തി മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും ശ്രദ്ധയും ഭക്തിയും ഉണ്ടായിരിക്കണം. അതിനോട് താല്പര്യത്തോടു കൂടി ചെയ്യുമ്പോഴേ അത് ശ്രദ്ധ ഉണ്ടാവുള്ളൂ. അത് താല്പര്യമുണ്ടാകും. ആ താല്പര്യത്തെയാണ് ഇവിടെ ഭക്തി എന്ന് പറയുന്നത്. ഒരാൾ ഭക്തനാണെന്ന് പറയുമ്പം ഈശ്വരനെ വിചാരിച്ച് നടക്കുക, ഈശ്വരന്റെ ഭക്തനാണെന്നുള്ള നിലയ്ക്ക് മാത്രം ഭക്തി എന്ന വാക്കിനെ ഉപയോഗിച്ചാൽ പോരാ. അതിനെ ഏതൊക്കെ തരത്തിൽ നമുക്ക് നിർവചിക്കാൻ പറ്റുമോ അത്രയൊക്കെ നിർവചിക്കാം. നമുക്ക് ഈ ഭക്തി എന്ന് പറയുന്ന ഭൗതിക ഇന്ദ്രിയ ഭോഗസുഖങ്ങളിലും ഉണ്ടല്ലോ ഭക്തി, ഇല്ലേ? നിങ്ങൾ ഇച്ഛിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ശരീരം പോലും മറന്നിട്ട് പ്രവർത്തിക്കാറില്ലേ? അതും ഒരു തരം ഭക്തിയാണ്. സദാ തദ്ഭാവഭാവിതാക്ക, നിങ്ങളെ ഏതാണോ എന്താണോ നിരന്തരം ഒരേ വിഷയത്തെ പറ്റി ധ്യാനിച്ച് അത് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ എന്ന് ഗീതാധ്യാനത്തിൽ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ഏത് വിഷയം ധ്യാനിച്ചാലും വേണ്ടില്ല, ആ ധ്യാനിക്കുന്ന വിഷയമായിരിക്കും നിങ്ങൾക്ക് വന്ന് ഭവിക്കുക. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് എപ്പോഴും പോസിറ്റീവ്, ബി പോസിറ്റീവ് എന്ന് പറഞ്ഞ് എപ്പോഴും പോസിറ്റീവായിട്ട് കാണൂ. നെഗറ്റീവിനെ വച്ച് പുലർത്തരുത് ഒരു കാരണവശാലും. അതിനെപ്പറ്റി അയ്യോ നിങ്ങൾക്ക് ശരീരം കൊണ്ട് വയ്യെങ്കിൽ തന്നെ എനിക്ക് വയ്യ രാവിലെയും വൈകുന്നേരം ഉറക്കത്തിലും ഒക്കെ വയ്യ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് വയ്യ, നിങ്ങൾക്ക് ഇരിക്കുന്നിടത്ത് നിന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. കാരണം മനസ്സ് ഒരിക്കലും മരിക്കില്ല, മനസ്സിന് തളർച്ചയില്ല. മനസ്സ് നമ്മൾ ഈശ്വരന്റെ ശക്തിയാണ്. ആ മനസ്സിനെ എപ്പോഴും സജീവമാക്കി ഈശ്വര ചൈതന്യത്താൽ പോഷിപ്പിച്ച് നിർത്തിയാൽ, മനസ്സ് തളരാതിരുന്നാൽ നിങ്ങളുടെ ശരീരം തളർന്നാലും നിങ്ങൾ ഏറ്റോടും. അപ്പം മനസ്സിനെ തളർത്താതിരിക്കണമെങ്കിൽ മനസ്സിനെ എപ്പോഴും എൻഗേജ് ആക്കി വെക്കണം. വെറുതെ ഇരുത്തിയാലായി വെറുതെ ഡള്ളായി പോവുക. അതുകൊണ്ടാണ് നഖി ഗച്ഛിക്ഷാമവിജാതിഷ്ഠത്യ കർമ്മം എന്ന് പറഞ്ഞു. ജനിച്ചാൽ മരണം വരെ അനങ്ങാതിരിക്കരുത്. ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങിക്കോളൂ. എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇൻവോൾവ് ആയിട്ട് ചെയ്യൂ, ശ്രദ്ധയോടുകൂടി ചെയ്യൂ. ഉറക്കം വരുന്നില്ലേ, എഴുന്നേറ്റിട്ട് എന്തെങ്കിലും ചെയ്യൂ. വെറുതെ മിഥ്യാചാരം അതും ഇതും ആലോചിച്ചുകൊണ്ടിരിക്കരുത്. ഇങ്ങനെ അനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഊണിലും ഉറക്കത്തിലും നടപ്പിലും എടുപ്പിലും എവിടെയൊക്കെ നമുക്ക് ഭക്തിയെ കൊണ്ടുവരാൻ സാധിക്കും, അവിടെയൊക്കെ ഈശ്വര വിചാരത്തോടുകൂടി ഭക്തിയെ ചെയ്യുന്നതാണ് യഥാർത്ഥ ഭക്തി. അവിടെയാണ് അചഞ്ചലമായി നിങ്ങൾക്ക് ഈ പറയുന്ന പ്രാരാബ്ധങ്ങൾ, ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങളോ മനസ്സിന് ബാധിക്കുന്ന അസ്വസ്ഥതകളോ, ഇതൊക്കെ ജന്മസിദ്ധമായിട്ട് നിങ്ങൾ ശരീരം, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്തൊക്കെ ഈ ജന്മത്തിൽ ശരീരം പ്രാരാബ്ധം അനുഭവിക്കുന്നുണ്ടോ
അത് നിങ്ങൾക്ക് ക്ലേശങ്ങൾ തരുന്നുണ്ടോ, ഇതൊക്കെ പൂർവ്വജന്മാർജിതമായി ഈ ജന്മത്തിൽ നിങ്ങളെ എന്ത് സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിലും എന്ത് ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിലും ഈ ശരീരത്തിലൂടെ അനുഭവിക്കുന്നതൊക്കെ പൂർവ്വജന്മാർജിതമായിരിക്കും. ഈ ജന്മത്തിൽ ചെയ്യുന്നതിന്റെ വില അടുത്ത ജന്മത്തിലേക്ക് കിട്ടൂ. അപ്പൊ മരണത്തെ ഏറ്റവും വലിയ ദോഷമായിട്ടൊന്നും കാണണ്ട. നമുക്കിപ്പം നമ്മൾ ഈ അഹങ്കരിച്ച് നടക്കലുണ്ടല്ലോ ഈ ശരീരത്തിൽ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട്, പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച വസ്തുക്കള് ഇതൊക്കെ എൻ്റെ ഇത് വിട്ടിട്ട് പോകാൻ മേലാന്ന് തോന്നി. ഈ മരണം എന്ന പ്രതിഭാസം കൊണ്ട് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ആ അഹങ്കാരം ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ പിന്നെ വന്ന് ജനിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് നിലവിലുള്ളതൊക്കെ ഇല്ലാതെയാക്കുന്ന ഒരു പ്രക്രിയയാണ് മരണം. നിങ്ങളില്ലാതെയാകുന്നില്ല, ശരീരമില്ലാതാകുന്നില്ല, ശരീരം വീണ്ടും പുനർവസിക്കും. ഇതേ ശരീരത്തിലൂടെ തന്നെ ഇതൊന്നുമല്ല പ്രധാനം, ഈ ഭൗതിക നേട്ടങ്ങളൊന്നുമല്ല, ഈശ്വരപ്രാപ്തിയാണെന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾക്ക് അചഞ്ചലമായ ഭക്തി ഉണ്ടാവില്ല. പക്ഷേ പ്രാരാബ്ധം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ തത്വം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെയാണ് നിങ്ങൾ ഡെഡിക്കേറ്റഡ് ഭക്തിയിലേക്ക്. ഒരു ദിവസത്തിൽ 24 നമുക്ക് എത്ര ജന്മങ്ങൾ കിട്ടി, എത്ര ആയുസ്സുകൾ നമ്മൾ വ്യർത്ഥമാക്കി. ഈ ജന്മത്തിൽ ഈ ശരീരത്തോടുകൂടി ഇരിക്കുമ്പം 24 മണിക്കൂറും ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും ശരാശരി ഒരു 100 വർഷമെങ്കിലും ആവറേജ് ആയുസ് കണക്കാക്കിയാൽ ഇത്രയൊക്കെ സമയം തന്നിട്ടും നമുക്ക് ഈശ്വരൻ ആരാന്ന് അറിയാൻ സമയമില്ല എന്ന് പറയുന്നത് അത് പ്രാരാബ്ധം കാരണം എന്നൊക്കെ പറയുമ്പം അത് തുടക്കത്തിലൊക്കെ സമയമില്ല എന്ന് പറയും. പിന്നെ ഇപ്പൊ കുറച്ച് സമയമുണ്ടല്ലോ, ഇന്ന് പിന്നെ പണിമുടക്കും കൂടെ ആയതുകൊണ്ട് ആർക്കും കേരളത്തിൽ നിന്ന് ഇങ്ങോട്ടും പുറത്തു പോകണ്ട. അത് കാരണം പറഞ്ഞിട്ട് ആഘോഷിക്കുക ചിലര്. ഹർത്താലിന് തുല്യാണ്. എന്നാലെങ്കിലും ഈശ്വര കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അത് മാറ്റിവെക്കോ. സ്വല്പ അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മഖതോ ഭയാൽ. ഞാൻ ഭൗതിക തലത്തിലും ഈശ്വരീയ ശക്തി എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം തളരാതെ എല്ലാവരും ഹർത്താൽ പ്രഖ്യാപിച്ച ഓഫീസ് തുറക്കാതെ ഇരുന്ന് പേടിച്ചിട്ട് പുറത്തിറങ്ങാതിരുന്നാൽ നമ്മൾക്ക് ഇൻസ്ട്രക്ഷനൊക്കെ കിട്ടും. നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങളെ പ്രൊട്ടക്ഷനൊക്കെ ഗവൺമെന്റ് നോക്കിക്കൊള്ളുന്നവർക്ക്. പോലീസുകാരൻ വന്നാൽ പോലീസുകാരൻ തന്നെ പറയും നിങ്ങൾ പൂട്ടിയിട്ട് വീട്ടിൽ പോയിരുന്നോണ്ട് ഇവിടെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചോദിക്കും. അങ്ങനെയുള്ള സ്ഥിതിയിൽ ഞാൻ എൻ്റെ കയ്യിൽ താക്കോലുണ്ടായിരുന്ന ഓഫീസ് ഞാൻ തുറന്നിട്ടുണ്ട്. എന്നെ നാട്ടുകാർ രാഷ്ട്രീയക്കാർ വന്നിട്ട് പൂട്ടിയിട്ടിട്ടുണ്ട്. അവിടെയൊന്നും തളർന്നിട്ടില്ല. ഇതൊക്കെ പ്രാരാബ്ധമല്ലേ? എവിടെ ഈ ധൈര്യം കിട്ടിയത്? ആഖനയിലെ നടന്നു പോയിട്ട് തുറന്നിട്ടുണ്ട്, സൈക്കിളിൽ പോയിട്ട് തുറന്നിട്ടുണ്ട്. ഇതൊക്കെ 15 വർഷം കൊണ്ട് കേരളത്തിൽ വന്നിട്ടാ. നോർത്ത് ഇന്ത്യയിലൊന്നും ഈ പ്രശ്നമൊന്നുമില്ല. അവിടെ പിന്നെ പട്ടാളത്തിലായിരുന്നുകൊണ്ട് ആ പ്രശ്നമില്ല. ഇനിയും നമ്മൾ സിവിലിൽ വർക്ക് ചെയ്താൽ ഈ പറയുന്ന പണിമുടക്കം എന്ന് പറയുന്നൊന്നുമില്ല. ഈ പണി മുടക്കാനാ പണി വാങ്ങിച്ചത്. എന്നിട്ട് അതിനെ ഭരിക്കുന്നവർ സ്പോൺസർ ചെയ്യുക. ഇതൊക്കെയാണ് അധർമ്മം എന്ന് പറയുന്നത്. എന്നിട്ട് ആരെങ്കിലും പുറത്തിറങ്ങാൻ ശ്രമിച്ചാൽ അവരെയും കൂടെ തടസ്സപ്പെടുത്തുക. സ്വയം അസ്വസ്ഥരാകാം, മറ്റുള്ളവരെ അസ്വസ്ഥരാക്കരുതെന്നും ഭഗവാൻ ഭക്തിയിൽ പറഞ്ഞല്ലോ. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? സനാതന ധർമ്മത്തിന്റെ മൂല്യം ലെവൽ എസൻസ് സ്വഭാവത്തിൽ കയറിയിട്ടില്ല. അതുകൊണ്ടാണ് പ്രശ്നം. എന്നാൽ അവർ ചെയ്യുന്ന കാര്യത്തിലും അവർക്കും ആ കാര്യത്തിൽ ഭക്തി ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ അവരത് ശ്രദ്ധയോട് കൂടി ജീവിതം ശരീരം പോലും കളഞ്ഞിട്ട് എന്ത് പോലീസുകാരുടെ തല്ല് കിട്ടിയാലും വേണ്ടില്ല, പിടിച്ച് അറസ്റ്റ് ചെയ്താലും വേണ്ടില്ല, എന്തൊക്കെ ഉദ്ദേശിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിൽ പോലീസോ നിയമപാലകരോ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും അതിനൊക്കെ അതിവീഴ്ച അവരും ജയിക്കുന്നുണ്ടല്ലോ. അതും ഒരു ഭക്തിയാണ്. അവനവൻ ഉദ്ദേശിക്കുന്ന കാര്യം ലക്ഷ്യത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് അനുഷ്ഠാനവും അനുഷ്ഠിക്കുന്ന രീതി ആണ് ഭക്തി എന്ന് പറയുന്നത്. അത് ഭൗതിക തലത്തിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ അതിൻ്റെ ഗുണം കിട്ടിയാൽ തന്നെ താൽക്കാലികമായിരിക്കും, ശാശ്വതമായിരിക്കില്ല എന്ന് മാത്രമല്ല, ആ ശാശ്വതമല്ലാത്ത കാലത്തിൻ്റെ മുകളിൽ നമ്മൾ ആയുസ് വ്യർത്ഥമാക്കിയാൽ വീണ്ടും പ്രാരാബ്ധത്തിൽ ജനിച്ചു വരേണ്ടി വരും.
അപ്പൊ പ്രാരാബ്ധം അവസാനിക്കില്ല എന്ന് മാത്രമല്ല, പുതിയ പ്രാരാബ്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. പഴയ തൊട്ട് തീരുവച്ചില്ല. ഈ പറയുന്ന കൺസിക്വൻസീസ് മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അസ്വസ്ഥപ്പെടുത്തുക, അവരെ പീഡിപ്പിക്കുക, ഇല്ലേ അവരുടെ പണിയെ തടസ്സപ്പെടുത്തുക, ഇതൊക്കെ കർമ്മം ചെയ്യുന്ന കൃതം ആര് ചെയ്യുന്നോ അവർക്കും, ആര് ചെയ്യിപ്പിക്കുന്നോ, ആര് ചെയ്യുന്നതിനെ അനുമോദിക്കുന്നോ, ഇതിനൊക്കെ ശിക്ഷാവിധിയുണ്ട്, ദണ്ഡനീതി ഉണ്ടെന്നർത്ഥം. ഇതൊന്നും സുപ്രീം കോടതിയോ ഈ നമ്മുടെ പാർലമെന്റോ നിയമസഭയോ ഉണ്ടാക്കുന്ന നിയമമൊന്നുമല്ല, ഈശ്വരന്റെ നിയമ. ഇതൊന്നും നോ അമെൻമെന്റ്സാ. അപ്പൊ ഈ ഭൗതിക തലത്തിൽ പ്രവർത്തിക്കുമ്പോഴും ഒരു തെറ്റായ കർമ്മം ചെയ്യുമ്പോൾ അത് ചെയ്യുന്ന ആൾക്കും, ആരാണോ ചെയ്യിപ്പിക്കാൻ പ്രേരണ നൽകിയത് അവർക്കും, അത് ചെയ്തയാൾക്കും, മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചാലും ചെയ്യിപ്പിച്ച ആൾക്കും കിട്ടും, ചെയ്യുന്ന ആൾക്കും കിട്ടും. ആ കർമ്മം നടക്കുമ്പം മറ്റാരെങ്കിലും അനുമോദിച്ച് അതിനെ സപ്പോർട്ട് ചെയ്താൽ അവർക്കും ശിക്ഷ കിട്ടും. അപ്പൊ ഏതൊക്കെ തരത്തിലാ പുതിയ പ്രാരാബ്ധം ഉണ്ടാക്കി വെക്കുക ഇവരൊക്കെ? എന്നാ അതേ കാര്യം മറ്റൊരുത്തി ചെയ്താലോ? ഈശ്വരീയ ഗുണങ്ങളെ അനുസരിച്ചുകൊണ്ട് എന്തൊക്കെയാണ് ദൈവിക സമ്പത്തെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ 50% നമുക്ക് അനുഭവിക്കാൻ തക്കവണ്ണം ഈശ്വരൻ നമ്മുടെ സ്വാതന്ത്ര്യമായിട്ട് നമ്മുടെ സ്വഭാവത്തിൽ തന്നെ, നിങ്ങൾ എന്ത് പ്രാരാബ്ധം കൊണ്ട് ജനിച്ചാലും ഈ മനുഷ്യനായിട്ട് ജനിക്കുമ്പോൾ 50% ദൈവിക സമ്പത്ത് ഒരു നിരീശ്വരവാദിക്കും, യുക്തിവാദിക്കും, ഭക്തിവാദിക്കും, ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവരൊന്നും ഈശ്വരവിശ്വാസി അല്ലെങ്കിലും അവർക്ക് ആ യൂട്ടിലൈസേഷന് പക്ഷപാതമില്ലാതെ ഭഗവാൻ എല്ലാവർക്കും, അതുകൊണ്ടാണ് ഇവർ കളിക്കണത്. ഇല്ലെങ്കിൽ എവിടുന്ന് അതിലും അച്ചീവ്മെന്റ് ഉണ്ടാക്കണേ? ഇപ്പൊ ഈ ഭരിക്കുന്നവർ തന്നെ, ഇപ്പൊ കേരളത്തിൽ തന്നെ 3 കോടി ജനങ്ങളിൽ ഉണ്ടെങ്കിൽ 50% പോലും മജോറിറ്റി ഇല്ലാതെയാണ് ഒരു രാഷ്ട്രീയക്കാരൻ കയറി ഭരിക്കുന്നത് നമ്മളെ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിലൊരു ടോട്ടലുള്ള 3 കോടി ജനങ്ങളിൽ 50% ആൾക്കാരും നിഷ്പക്ഷവാദികളാ, ഒരു രാഷ്ട്രീയം ഇല്ലാത്തവരാ. ഇതൊന്നും അറിയാൻ മേലാത്ത ഒരു 25% അതിൽ തന്നെയുണ്ട്. അവർക്കും രാവിലെ മുതൽ പണിയെടുക്കുക, വൈകുന്നേരം പോയിട്ട് ഭക്ഷണം കഴിച്ച് കിടക്കുക. ഇവർ ഈ രാഷ്ട്രീയത്തിലൊന്നും ചിലപ്പോൾ, പിന്നെ വോട്ട് കുത്തുമ്പോൾ മാത്രം നിർബന്ധത്തിന് പോയി കുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് മറ്റുള്ളവർ പറയണ കേട്ടിട്ട് യഥാർത്ഥത്തിൽ ബോധത്തോടൊന്നും അല്ല ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരില്ലല്ലോ. 40% മജോറിറ്റി പോലും ഇല്ലാത്തവരെ ഭരിക്കണത്. കേരളത്തിൽ പ്രത്യേകിച്ചും ഒരു പാർട്ടിക്കും ഫുൾ മജോറിറ്റി കിട്ടിയിട്ട് ആരും ഭരിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന നമ്മൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും യൂട്ടിലൈസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ജീവചൈതന്യത്തിന്റെ പ്രഭാവം കൊണ്ടുള്ള ആ ശക്തി ഉപയോഗിച്ചിട്ട് തന്നെ. അത് നമുക്ക് ബോധമില്ലാത്തത് കൊണ്ട് നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ഗീതയോ ഭാഗവതമൊക്കെ പഠിച്ച് യഥാർത്ഥ ഈശ്വരീയ ഭക്തിയിലേക്ക് വരുന്നവർ ചെയ്യേണ്ടത് നമ്മളിലുള്ള 50% ദൈവീക സമ്പത്തിനെ പോഷിപ്പിക്കാനുള്ള അനുഷ്ഠാനങ്ങൾ ഈ ശരീരം കൊണ്ട് ചെയ്യണം എന്നർത്ഥം. അതാണ് യഥാർത്ഥ ഭക്തി. അവിടെ എന്ത് പ്രാരാബ്ധം അനുഭവിച്ചുകൊണ്ടാണെങ്കിലും വേണ്ടില്ല, ഒരു കാരണവശാലും നിത്യനൈമിത്യ കർമ്മത്തിൽ ഈ സദാന ധർമ്മത്തിന്റെ, ഭഗവാൻ പറഞ്ഞിട്ടുള്ള ധർമ്മത്തിന്റെ അനുഷ്ഠാന ക്രമങ്ങൾ ഒരിക്കലും തെറ്റിക്കാതെ ചെയ്താലും, ശ്രദ്ധയില്ലാതെ ചെയ്താൽ യഥാർത്ഥ ഫലം കിട്ടില്ല. അപ്പൊ നിങ്ങൾ കുറച്ച് സമയമാണെങ്കിലും, കലിയുഗത്തിൽ എളുപ്പമാണ് ഒരു ക്ഷേത്രദർശനം നടത്തുന്നതും ശ്രദ്ധയോടെ ചെയ്താൽ. അവിടെ എന്താ നടക്കണമെന്നുള്ളത് നിങ്ങളുടെ വിഷയമല്ല. നിങ്ങൾ ദർശനത്തിന് പോയാൽ നിങ്ങളുടേതായ ധർമ്മം അനുസരിച്ചുകൊണ്ട് ആ വിഗ്രഹം കണ്ട് 30 സെക്കൻഡെങ്കിലും കണ്ടു തൊഴുക. അത്രയും സമയം കണ്ണടച്ചിട്ട് ആ വിഗ്രഹം കാണാൻ പറ്റുമെന്ന് നോക്കുക. അവിടെ ഇരുന്ന് കുറച്ചു നേരം നാമം ജപിക്കാൻ പറ്റുമെങ്കിൽ വെറുതെ നാമം ജപിക്കുക. അത് മറ്റുള്ളവരെ കേൾപ്പിച്ച് ശല്യം ഉണ്ടാക്കാനൊന്നും പോകണ്ട. നിങ്ങൾ ജപിക്കുന്ന നാമം നിങ്ങൾ കേട്ടാൽ മതി. ആ സാധ്യതയൊന്നും ചിലപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോയാൽ കിട്ടില്ല. എന്നാൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിന്ന് വീട്ടിൽ നിന്ന് ചെയ്യാമല്ലോ. ഇതാണ് കേരളത്തിൽ നിന്നല്ല, എവിടെയാണെങ്കിലും വേണ്ട ഏകാന്ത ഭക്തിക്ക് ഏറ്റവും നല്ലത് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് അനുഷ്ഠാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അനുഷ്ഠാനമാണ് നട്ടല് നിവർത്തിയിരുന്നു കൊണ്ട് സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ നാമസങ്കീർത്തനം ചെയ്യൂ.
ഇതാണ് ഏറ്റവും കലിയുഗത്തിൽ ശ്രേഷ്ഠമായിരിക്കുന്ന അനുഷ്ഠാനം. അത് നിങ്ങളിലുള്ള ഈശ്വര ശക്തിയെ പോഷിപ്പിക്കും. അതാണ് ദേവാൻ ഭാവേതാനേനതേ ദേവ ഭാവയന്തുവാക പരസ്പരം ഭാവയന്തക ശ്രേയപരമവാപ്സ്യത എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഓരോ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നതിൽ ഈശ്വര ശക്തിയുണ്ട്. അധിഷ്ഠാന ദേവതയെ തീരുമാനിച്ചിട്ടുണ്ട്. കണ്ണിന്റെ ദേവതയുണ്ട്, ചെവിയുടെ ദേവതയുണ്ട്. ഇതൊന്നും നിങ്ങൾ പ്രത്യേകം പേരറിഞ്ഞിട്ട് ഭജിക്കൊന്നും വേണ്ട. കോമൺ ആയിട്ട് ഒരൊറ്റ ശക്തി വെച്ചാൽ ഈ ജീവചൈതന്യമാണ് ഏറ്റവും ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങളുടെ ശരീരത്തിലുള്ള ജീവചൈതന്യമാണ് നിങ്ങൾ ശരീരത്തിലുള്ള എല്ലാ ശക്തികളെയും യഥാവിധി പോഷിപ്പിച്ച് നിലനിർത്തുന്നത്. അപ്പൊ ആ സെൻട്രൽ പവറിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ ഏത് നാമസങ്കീർത്തനം ചെയ്താലും അത് തന്നെ ഉണർത്തും. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ബ്രാഹ്മണൻ തന്നെ വന്നിട്ട് ഞങ്ങൾ ഔദ്യോഗികമല്ലാതെ ഒരു ചർച്ച ചെയ്തിരുന്നു. എവിടെയാണോ ഇപ്പം മഠത്തിലാണെങ്കിലും ഞാനിപ്പോൾ ഈ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം വച്ചിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് ഇപ്പം ഇരിക്കുന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് പറയുന്നതും അകത്ത് മഠത്തിനകത്ത് ഞാൻ കിടക്കുന്ന റൂമിൽ ഇരുന്നുകൊണ്ട് പറയുന്നതും ഇല്ലേ ഏതെങ്കിലും മറ്റ് അന്തരീക്ഷത്തിൽ ഇരുന്ന് പറയുന്നതും ഇവിടെ ഇരുന്ന് പറയുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്, എനർജിയിൽ വ്യത്യാസമുണ്ട്. അദ്ദേഹം പറഞ്ഞതും അതാ. എവിടെ സ്ഥിരമായിട്ട് നമ്മൾ അനുഷ്ഠാനം ചെയ്യുന്നോ വിളക്ക് വെച്ചുകൊണ്ട് നാമം ജപിച്ചാൽ പോലും അവിടെ ഒരു ക്രിയേഷൻ പോസിറ്റീവ് എനർജി അവിടെ പോഷിപ്പിക്കപ്പെടും ഈശ്വര ശക്തി. ആ സ്ഥാനം സ്ഥിരനിഷ്ഠമായിട്ട് നിങ്ങൾ ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് വിളക്ക് വയ്ക്കുകയും നാമം ജപിക്കുകയും ചെയ്താൽ അതിന് ഒരു ദിവസം 2 ദിവസം എന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ സ്ഥിരമായിട്ട് 1-2 വർഷമൊക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ എനർജി ലെവൽ. ഇപ്പം മോഹൻജി വന്നിട്ട് വരെ ഞാൻ 5 വർഷമായിട്ട് ഉപയോഗിച്ചിരുന്ന റൂമിലാണ് കയറിയിരുന്നത്. അദ്ദേഹം 3 മണിക്കൂറാണ് ഒരു ഈശ്വര കാര്യത്തിന് വേണ്ടിയിട്ട് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ആ റൂമിലിരുന്നിട്ട് ആ മീറ്റിംഗ് പോലും നടന്നത്. എന്താ അതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആര് വന്നാലും വേണ്ട, എൻ്റെ കുടുംബാംഗങ്ങളായിട്ട് സുഹൃത്തുക്കളായിട്ട് ആ മുറിയിലേക്ക് കയറിയാൽ ഇവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് സാധാരണക്കാർക്ക് പോലും ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നർത്ഥം. അത് അനുഷ്ഠാനത്തിൻ്റെ പ്രത്യേകതയാണ്. ഞാൻ അവിടെ ഇരുന്നിട്ടാണ് ഈ കൊറോണ കാലത്ത് പോലും പൂജ ഇവിടെ ഇരുന്ന് നടത്തുകയും ജാപവും കാര്യം എൻ്റെ അനുഷ്ഠാനങ്ങൾ മുഴുവൻ ആ മുറിയിലാണ് ചെയ്തിരുന്നത്. പാരായണത്തിന് മാത്രമേ ക്ഷേത്രത്തിൽ പോകാറുള്ളൂ, അത് മണ്ഡപത്തിൽ പോയിരുന്ന് പാരായണം ചെയ്യാറുള്ളൂ. അപ്പം ഈ അനുഷ്ഠാനം കൃത്യമായിട്ട് ഒരേ സ്ഥാനത്ത് ആ ശബ്ദബ്രഹ്മവും അക്ഷരബ്രഹ്മവും ചേർന്നുകൊണ്ട് ചെയ്യുന്ന കർമ്മത്തിൻ്റെ പോസിറ്റീവ് എനർജി അത് എവിടെ ഇരുന്ന് ചെയ്യുന്നോ ആര് ചെയ്താലും വേണ്ടില്ല, മനുഷ്യജന്മത്തിൽ ആര് ചെയ്താലും അവിടെ ഒരു ക്രിയേഷൻ നടക്കും. അങ്ങനെയാണ് ഈശ്വര ശക്തിയെ പോഷിപ്പിക്കേണ്ടത്. അത് ചെയ്യുന്ന ആളിലും പോഷിപ്പിക്കുന്നു പ്രത്യേകം പറയണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ അതാണ് ഈ ദേവാൻ ഭാവയതാനേനതേ ദേവ ഭാവയന്തുവാക പരസ്പരം ഭാവയന്താന്ന് ഭാവം പറഞ്ഞതിന്റെ ഉദ്ദേശം ഈ പുറത്തുള്ള നമ്മൾ സങ്കല്പിച്ചു വച്ചിരിക്കുന്ന ഒരു ക്ഷേത്രത്തിലെ ദേവനെയോ ഇല്ലെങ്കിൽ അനേകം 33 കോടി ദേവതാ സങ്കല്പമുണ്ട്. ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ ഭഗവാൻ ഉദ്ദേശിക്കുന്ന ദേവപോഷണം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള ഈ 33 കോടി ദേവതാ സങ്കല്പത്തിൻ്റെയും അതിൻ്റെയൊക്കെ ചൈതന്യം നമ്മുടെ ശരീരത്തെ ഓരോ നാഡികളെയും പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഗായത്രി മന്ത്രത്തിൽ 24 അക്ഷരമുണ്ടെങ്കിൽ 24 ഘടകങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മുടെ ശരീരം സൃഷ്ടിക്കാൻ. ഒരാളുടെ ശരീരത്ത് തന്നെ 24 ഘടകങ്ങളെ കൂട്ടിച്ചേർത്തുന്നത് ഞാൻ അടുത്ത അധ്യായത്തിൽ ക്ഷേത്രത്തെ വിഭാഗയോഗത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. ആ ഓരോ ഘടകങ്ങളെയും പ്രതിനിധീകരിക്കുന്നതാണ് ഗായത്രി മന്ത്രത്തിലെ ഓരോ അക്ഷരങ്ങളും. അപ്പൊ ആ ഗായത്രി മന്ത്രം ജപിച്ചാൽ നിങ്ങളുടെ ശരീരത്തിലെ 24 ഘടകങ്ങളും ദേവസങ്കല്പത്തെ പോഷിപ്പിക്കുക ചെയ്യാം. നമുക്ക് ഏറ്റവും വലിയ അബദ്ധം പറ്റിയിരിക്കുന്നത് നമ്മൾ ഈ ഈശ്വരൻ പുറത്താണെന്ന് കണ്ടിട്ട് അത് പോഷിപ്പിക്കാൻ നടക്കുക. അത് പോഷിക്കുന്നുണ്ട്, പോഷിച്ചാലും അത് ഇൻഡിവിജ്വലിന് എന്താ പ്രയോജനം ചെയ്യാ? ഒരു ഭക്തനും അതുകൊണ്ട് ഒരു പ്രയോജനവും കിട്ടുന്നില്ല, അല്ലേ? ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയിട്ട് ഇപ്പൊ ദർശനം നടത്താൻ പോലും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, അല്ലേ? ചങ്ങല പിടിച്ചു അഴിക്കുള്ളിലാക്കി. എന്നിട്ട് ഇപ്പം പ്രദക്ഷിണം വെക്കാൻ പറ്റില്ല, അവിടെ ശയന പ്രദക്ഷിണം നടത്താൻ പറ്റില്ല. അതൊക്കെ അവരുടെ സൗകര്യത്തിനാണ് നിരോധിക്കലും നിരോധനം മാറ്റലും ഒക്കെ. ഇതൊക്കെ ആരെ കാരണം? നമുക്ക് അവബോധം ഇല്ലാതെ പ്രവർത്തിക്കുന്ന മനുഷ്യർ തന്നെയല്ലേ ഈ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ഭക്തരായിട്ട് പോകുന്നത് നമ്മളൊക്കെ തന്നെയല്ലേ. അവിടെ ഈശ്വരീയ പോഷണം അവരവരുടെ ശരീരത്തെ പോഷിപ്പിക്കുക എന്നുള്ള അനുഷ്ഠാനത്തിന് യാതൊരു പ്രാധാന്യതയില്ല എന്നർത്ഥം.
എന്നാൽ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശതം ത്രായതീതി ക്ഷേത്ര. മനുഷ്യ ശരീരത്തിന്റെ സങ്കല്പത്തിലെ കേരളത്തിൽ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ അതിന് വല്ല വിലയുണ്ടോ? ക്ഷേത്രത്തിൽ ഉദയാസമന പൂജ നടത്തിയിട്ട് ആ തൂവൽ എന്ന് പറയുന്ന ശ്രീഭൂതബലി നടത്തുന്ന സമയത്ത് തന്ത്രി മന്ത്രം ജപിക്കണതിന് പകരം ബിരിയാണിയുടെ വിഷയം സംസാരിച്ചുകൊണ്ടാണ് അവിടെ നിവേദ്യം ബലികർമ്മം സമർപ്പിക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്താ പോഷിപ്പിക്കാന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെയാണോ ദേവപോഷണം നടക്കുക? ശ്രീഭൂത ബലിക്ക് നാലമ്പലത്തിന് പുറത്തുകൂടി ഈ നിവേദ്യം ബലി അർപ്പിച്ചുകൊണ്ട് സമർപ്പണം നടത്തുന്ന ബലിക്കല്ലിൽ കൂടെ ബലി തൂക്കുന്ന തന്ത്രി ആ സമയത്ത് ബിരിയാണി, കോഴി ബിരിയാണി ഇല്ലെങ്കിൽ എന്താ പറയണേ, അതൊന്നും പറയണ്ട, അതൊക്കെ സംസാരിച്ചു കൊണ്ടാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ അവിടെ എങ്ങനെ ദേവപോഷണം നടക്കും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. അങ്ങനെ ചെയ്യുന്ന കണ്ട് നേരിട്ടറിഞ്ഞ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നോട് ചോദിച്ച ചോദ്യ, ഇത് ശരിയാണോ തിരുമേനിന്ന് ചോദിച്ചു. വേറെ എങ്ങുമില്ല, ഈ യജ്ഞമൂർത്തി ആയിരിക്കുന്ന വരാഹമൂർത്തിയുടെ ക്ഷേത്രത്തിൽ തന്നെ നടന്ന കാര്യമാണ്. ഇത് അദ്ദേഹത്തോട് പോയി ചോദിച്ചാലോ നമ്മൾ ശത്രുവാകും. ഇതൊക്കെയാണ് അനുഷ്ഠാനം. എന്നിട്ടാണ് ഭഗവാൻ പറഞ്ഞത്, കിം പുന ബ്രാഹ്മണ പുണ്യ ഭക്ത രാജക്ഷേസ്തത അനിത്യം അസുഖം ലോകം ഇവം പ്രാപ്യ ഭജസ്വമാ എന്ന് ഭഗവാൻ പറഞ്ഞു. ഞാൻ നേരെ തിരിച്ചാ ഭഗവാനോട് ചോദിക്കുന്നത്, ബ്രാഹ്മണർ ഇങ്ങനെയൊക്കെ അങ്ങയുടെ മുമ്പിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ ഗതി എന്താകും? കാരണം ബ്രാഹ്മണന് വേണം സന്മാർഗം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. ആ ബ്രാഹ്മണൻ ഏത് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുണ്ടോ ആ പ്രതിഷ്ഠയുടെ പ്രതിസ്ഥാനത്തിരിക്കുന്ന ആളാണ് തന്ത്രി. തന്ത്രി ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ഗതി എന്താവും? കലിയുഗത്തില് ഈ പറയുന്ന ഭഗവാൻ പറയുന്ന ഈ ചോദ്യത്തിന് ഒരർത്ഥവുമില്ല എന്ന് മനസ്സിലായില്ലേ? പിന്നെ ഇപ്പൊ നമുക്കൊന്ന് എൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ അനുമാനിക്കേണ്ടത്, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടല്ല നമ്മൾ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. അതാണ് ഭഗവാൻ പറഞ്ഞത്. അവിടെ യാതൊരു സംശയവുമില്ല. ഭഗവാൻ ഇങ്ങനെ ഒരു റൂട്ട് തെളിയിച്ചു തന്നെങ്കിലും ഭഗവാൻ ഭക്തിയോഗത്തിൽ അവസാനം പറയുന്നത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കണ്ടൂ. ഏതു ധർമ്മ്യാമൃതം വേദം യഥോക്തം പര്യുപാസത്തെ ശ്രദ്ധദാനം മത്പരമഭക്താസ്യം താം അതീവമേ പ്രിയ. നിങ്ങൾ ഭക്തി മാർഗത്തിൽ ഭഗവാൻ പറഞ്ഞ മാർഗത്തിൽ ശ്രദ്ധയോടെ പര്യുപാസത്തെ, ആ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോ പുരസരം അത് പൂർണ്ണമായിട്ട് ഈശ്വര പോഷണത്തിന് വേണ്ടിയിട്ടുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നതാണ് ഭഗവാൻ പറഞ്ഞ ധർമ്മം. ബാക്കിയുള്ളവർ എന്തു ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെയാണ് ഈശ്വരീയ പോഷണം വർദ്ധിപ്പിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ പോലും നടക്കുന്നതെങ്കിൽ ശതം ത്രായതി ഇതി ക്ഷേത്രക എന്ന് പറയുന്ന ആ ക്ഷേത്രത്തിൽ എങ്ങനെ ക്ഷതം ഇല്ലാതിരിക്കും? ക്ഷതം ഇല്ലാതിരിക്കുമോ ക്ഷതം ഉണ്ടാകും അവിടെ? ഇപ്പൊ നമ്മുടെ ശരീരം തന്നെ ക്ഷേത്രമാണ്. ആ ശരീരത്തിലെ ക്ഷേത്രജ്ഞൻ ഗുരുവായൂരപ്പൻ തന്നെയാണ്. ആ ഗുരുവായൂരപ്പനാണ് നമ്മുടെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളെയും എല്ലാവിധ ശക്തികളെയും ശരീരത്തിലുള്ള എല്ലാ പ്രക്രിയകളിലും പൂർണ്ണമായിട്ട് ശരീരത്തിലുള്ള അംഗപ്രത്യംഗങ്ങളിലുള്ള ശക്തിയെ പോലും അധിഷ്ഠാന ദേവതകളുടെ പോലും കൺട്രോള് ഭഗവാന്റെ അടുത്താ. അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ജീവചൈതന്യമാണ്, ആ ആത്മാവാണ്. ആ ആത്മാവിന്റെ ശക്തിയാണ് നമ്മൾ പോഷിപ്പിക്കേണ്ടത്. അതിനായിരിക്കും അനുഷ്ഠാനം. അതിൽ യാതൊരു വ്യക്തിപരമായിട്ട് കിട്ടിയിരിക്കുന്ന ശരീരത്തിൽ വ്യക്തമായിരിക്കുന്ന കാഴ്ചപ്പാട് നമുക്കുണ്ട്. നമ്മുടെയൊക്കെ കേൾക്കാൻ സാധിക്കുന്നത്, കാണാൻ സാധിക്കുന്ന ഇന്ദ്രിയ ശക്തി നമ്മുടെ ശരീരത്തിലൂടെ എന്തൊക്കെ ഗുണങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ അതൊക്കെ ആ ജീവ ചൈതന്യത്തിന്റെ പ്രഭാവമാണ്.
അതുകൊണ്ട് ആ ശക്തിയാണ് നമ്മൾ പോഷിപ്പിക്കേണ്ടത്. അതിനുള്ള അനുഷ്ഠാനങ്ങളാണ് വ്യക്തോപാസനയിലൂടെ ചെയ്യേണ്ടത്. അത് ശരീരമാധ്യം ഖലു ധർമ്മസാധനം. ഈ ശരീരം ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂ. അത് ചെയ്താലേ നിങ്ങളുടെ ശരീരം പോലും നിലനിർത്താൻ സാധിക്കൂ. ഇല്ലെങ്കിൽ ക്ലേശോ അധികതരശേഷം അവ്യക്താസചേതസാം വ്യക്താംഗികതർ ദുഃഖം ദേഹവരവിരവ്യാപ്യത. പൂർവജന്മാർജിതമായിരിക്കുന്ന ക്ലേശങ്ങൾ ശരീരത്തിലൂടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അനുഭവിക്കേണ്ടി വരും. അത് ശുദ്ധി വരുന്നതും ശരീരത്തിലൂടെ ക്ലേശങ്ങൾ അനുഭവിച്ചു കൊണ്ടായിരിക്കും. നമുക്ക് ആദ്യം തന്നെ പൂർവജന്മാർജി അനുഷ്ഠാനങ്ങളൊക്കെ അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെയും ശരീരത്തിലുള്ള ശക്തികളുടെയും ശുദ്ധീകരണം നടക്കണം. കാരണം നമ്മൾ തന്നെയാണ് പൂർവജന്മാർജിതമായിട്ട് അതിനെയൊക്കെ മലിനസപ്പെടുത്തി വച്ചിരിക്കുന്നത്. അപ്പൊ അനുഷ്ഠാനങ്ങൾ ഈശ്വരീയ ശക്തിയെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അനുഷ്ഠാനങ്ങൾ കലിയുഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത് നാമസങ്കീർത്തനം, യസ്യ സർവഭാവ പ്രനാശനം. അത് ഒരിടത്തിരുന്നു കൊണ്ട് നിത്യമായിട്ട് ഒരേ സമയത്ത് ഒരേ സ്ഥാനത്തിരുന്നു കൊണ്ട് നട്ടല് നിവർത്തിയിരുന്നു കൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം. ആ നാമസങ്കീർത്തനം ചെയ്യുന്ന ആ ശരീരശക്തികളെ പോഷിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ആ ശരീരത്തിലുള്ള മലീനസമായിരിക്കുന്ന ഇല്ലെങ്കിൽ നമ്മുടെ പൂർവജന്മാർജിതമായിട്ടുള്ള കർമ്മത്തിലുണ്ടാകുന്ന ആ വിദ്യാദി ദോഷങ്ങളെ കൊണ്ട് പൂർവജന്മാർജിതമായിട്ടുള്ള അതിൻ്റെ ഫലങ്ങളെല്ലാം ഈ ശരീരത്തിലൂടെ തന്നെ നിങ്ങൾ അനുഭവിച്ച് തീർക്കേണ്ടി വരും. അതിൻ്റെ പുണ്യകർമ്മത്തിൻ്റെ ഫലം സുഖമായിട്ട് ഇന്ദ്രിയ ഭോഗ സുഖങ്ങളായിട്ടും അനുഭവിക്കുന്ന ശരീരത്തിലൂടെ ആയിരിക്കും. ശരീരത്തിലൂടെ തന്നെയായിരിക്കും താപത്രയങ്ങളെ കൊണ്ടുണ്ടാകുന്ന ക്ലേശങ്ങളും നിങ്ങൾ അനുഭവിക്കേണ്ടി വരാം. അതിനൊപ്പം തന്നെ ബന്ധനത്രയത്തിലുള്ള ക്ലേശങ്ങളും വരും. ഇത്തരത്തിലെ പ്രാരാബ്ധങ്ങൾ മുഴുവൻ അനുഭവിച്ച് തീർക്കുന്നതിനായിരിക്കണം. തീർത്താലാണ് നിങ്ങളിൽ ഈശ്വര ശക്തി പോഷിപ്പിക്കപ്പെടും. എപ്പോ അത് കംപ്ലീറ്റ് ആകുന്നോ, കർമ്മബന്ധനങ്ങളെ കൊണ്ടുള്ള ബന്ധനത്രയങ്ങളും പൂർവജന്മാർജിതമായിട്ടുള്ള ദുഃഖത്രയങ്ങളെയും അനുഭവിച്ച് തീർത്ത് ക്ലേശങ്ങൾ ഇല്ലാതെ വരുന്ന ഒരു ഘട്ടത്തിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് യഥാർത്ഥ ഭക്തിഭാവം വരിക. അപ്പോഴേ ഈശ്വരീയ ശക്തി നിങ്ങളിൽ പോഷിപ്പിക്കപ്പെടും. 50% ഇതൊക്കെ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. പക്ഷേ അവിടെ തളരാതെ, അതിൽ നിന്ന് പൃഷ്ഠനാകാതെ, അതിനെ ഉപേക്ഷിച്ചു പോകാതെ, ഇതിനിടയ്ക്ക് ചിലപ്പോൾ പൂർവജന്മ കർമ്മ പ്രാരാബ്ധത്തിൻ്റെ അസഹ്യത കൊണ്ട് ഇല്ലെങ്കിൽ അതിൻ്റെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പം നിങ്ങളുടെ ശരീരം പോലും മാരാരോഗം വന്നിട്ട് ഇല്ലാതെയായി നിൽക്കും. എന്നാലും പേടിക്കേണ്ട, നിങ്ങൾക്ക് അടുത്ത ശരീരം കിട്ടുമ്പോൾ ഇതിൻ്റെ ബാക്കി ചെയ്തോളൂ. ഈശ്വരശക്തി നിങ്ങളെ പോഷിപ്പിക്കുന്ന റൂട്ടിലെത്തിയാൽ അത് പൂർണ്ണമാകാൻ ഒരു ജന്മത്തിൽ ചിലപ്പോൾ സാധിച്ചുള്ള നിർബന്ധമില്ല. നമ്മൾ ഈ ജന്മത്തിൽ തന്നെ ഇതൊക്കെ പൂർത്തിയാക്കാമെന്ന് വിചാരിക്കണ്ട. നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള രോപ്പോളെന്ന് പറയുന്ന ആള് അത് ഗീതയൊക്കെ പഠിച്ചിരുന്നു, ഭാഗവതമൊക്കെ പഠിച്ചിരുന്നതാണ്. എന്താ തിരുമേനി എനിക്ക് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, ഇത് ക്ലേശങ്ങളെ തീർത്തിട്ട് പൊക്കോളൂ. ഇനി തീർന്നില്ലേലും വേണ്ടില്ല, ഇതേ പാതയിൽ ഇനി വീണ്ടും വന്ന് അതേ കുലത്തിൽ വന്ന് ജനിച്ചോളും. അപ്പോൾ പേടിക്കൊന്നും വേണ്ട എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് ആ ഒരു ഈ ക്ലേശങ്ങളെ പറ്റി ഭയപ്പെടുമ്പോഴും ഈ മരണം സംഭവിക്കുക, എന്തുകൊണ്ട് എനിക്ക് മാരാരോഗം വന്നു എന്നൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും ജീർണത വന്നിട്ട് അത് ഈ ജന്മത്തിൽ ഇല്ലാതെ ആകേണ്ട സമയത്ത് ഇല്ലാതായേ പറ്റൂ. എന്നാലും പുനർവസിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്കിപ്പോൾ ഉള്ള അഹങ്കാരവും നമ്മൾ സമ്പാദിച്ചു വച്ചിരിക്കുന്നതും അതും ഇതോടൊപ്പം ഇല്ലാതെയാകുമല്ലോ. അടുത്ത ജന്മത്തിൽ വരുമ്പോൾ ഇതൊക്കെ ഓർമ്മയുണ്ടാവുമോ? എനിക്ക് ഇന്നതൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഇന്നതൊക്കെ ചെയ്തതാണ്, ഇന്നതൊക്കെ ഡെപ്പോസിറ്റ് എനിക്കുണ്ടായിരുന്നു, എല്ലാം ഓർമ്മയുണ്ടാവുമോ? അപ്പൊ മരണം എന്ന് പറയുന്നത് ഈ ഭൗതികമായിരിക്കുന്ന നേട്ടങ്ങളുടെയും മരണമാണ്. അതെല്ലാം ഉപേക്ഷിക്കപ്പെട്ടാലേ നിങ്ങൾക്ക് ഈശ്വരനെ പോഷിപ്പിക്കാൻ സാധിക്കും. ഭൗതിക നേട്ടങ്ങളിൽ നിങ്ങളെ പ്രാരാബ്ധത്തിലേക്ക് വീണ്ടും വലിച്ചിഴയ്ക്കും. നിങ്ങൾ അത് സൂക്ഷിക്കാൻ പുറപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഈശ്വര ഭജനത്തിന് സമയമില്ലാതെ വരും. അല്ലേ? 50% നമ്മൾ ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ആഹാരവിഹാരത്തിലാണ് ശ്രദ്ധിച്ച് നടക്കുക, അല്ലേ? അപ്പൊ അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് ഭഗവാൻ പറഞ്ഞത്, നിങ്ങൾ ഒരല്പം ഒരു 24 മണിക്കൂറിൽ ഒരു 24 മിനിറ്റെങ്കിലും ഈ അനുഷ്ഠാനം ഈശ്വര ശക്തിയെ, നമ്മുടെ ശരീരത്തുള്ള ശക്തികളെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണം. അതിന് കലിയുഗത്തിൽ ഏറ്റവും എളുപ്പമാണ്. ഒന്നുകിൽ നിങ്ങൾ 32 അക്ഷരമുള്ള ഷോഡശാസ്ത്രി മന്ത്രം ജപിച്ചോളൂ, ഇല്ലെങ്കിൽ സഹസ്രനാമമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ സഹസ്രനാമമൊക്കെ ജപിക്കുന്ന ഉത്തമമാണ്. 20 മിനിറ്റ് നേരം സ്വയം കേൾക്കണം, ഓരോ നാമങ്ങളും കേൾക്കണം, അതേ രീതിയിൽ ജപിക്കണം.
കാട്ടിക്കൂട്ടൽ പറ്റില്ല, ചടങ്ങെന്ന നിലയിൽ ചെയ്യൽ പറ്റില്ല, നിങ്ങൾക്ക് യഥാർത്ഥ ഫലം കിട്ടില്ല. എനിക്ക് പോലും അത്രയധികം ആ ഒരു കാര്യത്തിൽ ശ്രദ്ധയില്ലായിരുന്നു എന്നർത്ഥം. ഇപ്പൊ ഗുരുവായൂരിൽ തന്നെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഓരോ നാമം ജപിക്കുന്നത് നമ്മൾ തന്നെ കേൾക്കണം എന്ന് പറഞ്ഞപ്പം തിരുമേനി പറയുന്നത് തിരുമേനി തന്നെ കേൾക്കണം എന്ന് പറഞ്ഞു. ഇല്ലേ, ഒരു സന്യാസിയെ വിളിച്ചു പറഞ്ഞത്. അദ്ദേഹത്തിന് ഒരുപാട് എന്താ പറഞ്ഞ, അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ നമുക്ക് ചേരാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നുമല്ല, ഞാൻ അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. നമുക്ക് മാർഗദർശനം നൽകുന്നതൊക്കെ വളരെ പ്യൂരിഫൈ ആണ്. എല്ലാവരുടെയും സ്വഭാവം അനുസരിച്ചല്ലേ പ്രവർത്തിക്കുള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ചേരാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ. പക്ഷേ അങ്ങനെ ഒരാളാണ് വിളിച്ചു പറഞ്ഞത് അങ്ങ് പറയുന്ന കാര്യങ്ങൾ. കാരണം പലപ്പോഴും എൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്, ഗൈഡൻസ് കിട്ടാറുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു, നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന ഒരു റൂട്ടിലല്ല അങ്ങ് പോകുന്നതെന്ന് അദ്ദേഹം തന്നെ എന്നെ ഗൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം ബാക്കിയുള്ളവരൊക്കെ ഈ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. എനിക്കങ്ങനെ ഒരു ലക്ഷ്യമില്ല. ആരെങ്കിലും എന്തൊരു കവറിലിട്ട് എന്ത് തന്നാൽ പോലും ഞാൻ അത് അവിടെ തന്നെ ഭഗവാന്റെ മുമ്പിൽ തന്നെ ഗുരുവായൂരടക്കം വച്ചിട്ടേ പോരാറുള്ളൂ. കാരണം ഇതൊക്കെ ഇങ്ങനെ പാടില്ല, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനുഷ്ഠാനത്തിലേക്ക് മാറാൻ കാരണം എന്താ? ഒരു ജന്മത്തിലെ എക്സ്പീരിയൻസ് ഒന്നും അല്ല. നമ്മൾ ഇത്രയൊക്കെ അച്ചീവ്മെന്റ് ഉണ്ടാക്കി മുന്നോട്ട് പോയിട്ടും ഭഗവാന്റെ ഏറ്റവും വലിയ അടുത്ത ആളായിരുന്നിട്ടും മറ്റുള്ളവർ പറയാന്ന് കേൾക്കാൻ പോയതിന്റെ പരിണതഫലമാണ് ജന്മങ്ങൾ നഷ്ടമായതൊക്കെ അറിയാം. പിന്നെ ചില കാലത്ത് ചിലതൊക്കെ സംഭവിക്കണം. അത് അന്ന് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നു ഞാൻ വീണ്ടും ഇതുപോലെ ജനിച്ചു വരില്ലല്ലോ. ഇതുപോലെ ഇരുന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിത് പറയുമോ? അപ്പൊ ചില കാര്യങ്ങളൊക്കെ ഭഗവാന്റെ നിയോഗത്താൽ ചിലതൊക്കെ സംഭവിച്ചേ പറ്റൂ. എന്നാലും നമുക്ക് വീണ്ടും, അതുകൊണ്ടാണ് എനിക്കിപ്പോൾ അങ്ങനെ ഒരു ചിന്ത തന്നെ ഇല്ലാതെ വന്നു. ഈ ജന്മം കൊണ്ട് തന്നെ എനിക്ക് മോക്ഷത്തിലേക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. കാരണം ഇതേ ആറ്റിറ്റ്യൂഡിൽ തന്നെ ഇനിയും വന്ന് ജനിക്കാൻ ഭഗവാൻ യോഗം നൽകുകയാണെങ്കിൽ അത് ചെയ്യാൻ ഇപ്പം എന്താ ബുദ്ധിമുട്ട്? ഇതിപ്പോൾ 42 വയസ്സിലേ കിട്ടുള്ളൂ. എനിക്കും അടുത്ത ജന്മത്തിൽ ജനിക്കുമ്പോൾ മുതൽ ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ, ഇപ്പൊ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് 500 ജന്മങ്ങളും അല്ല 5ഓളം ജന്മങ്ങളും അതേപോലെ തന്നെ ഈ ജന്മത്തിൽ തന്നെ 42 വയസ്സും വേസ്റ്റായി പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പൊ വേസ്റ്റ് അല്ല. ഇപ്പോ 42 വയസ്സ് തൊട്ടുള്ള കാലയളവ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് ശരിക്കും എന്തെങ്കിലുമൊക്കെ ഈ ജന്മത്തിൽ ജനിച്ചു വന്നിട്ട് ചെയ്യുന്നത് എന്നുള്ള ബോധം എനിക്കുണ്ട്. അപ്പൊ അവിടെയൊക്കെ സാധിച്ചത് ഈ അനുഷ്ഠാനം കൃത്യമായിട്ട് മുടക്കാതെ ചെയ്യുന്നതിൻ്റെ ഒരു യോഗമുണ്ട്. അതാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്നർത്ഥം. ശരീരത്തിന് വയ്യാതിരുന്നാൽ, ഇപ്പം നിങ്ങൾ കണ്ടതാണ്, ഒരാഴ്ചയോളം എനിക്ക് ജലദോഷവും പലതരത്തെ കൺസിക്വൻസീസും ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ എൻ്റെ അനുഷ്ഠാനങ്ങളോ ഇവിടെ നടക്കുന്ന പൂജാതി കർമ്മങ്ങളോ ഒന്നും മുടക്കിയിട്ടില്ല, ഒരു കാര്യം മുടക്കിയിട്ടില്ല. ഇതാണ് അനുഷ്ഠാനം. ഇത് നമ്മുടെ ഈ ശരീരം കൊണ്ട് തന്നെയാണ് ചെയ്തത്, ഈ ക്ലേശങ്ങളുള്ള ശരീരം കൊണ്ടല്ലേ ചെയ്തത്. അപ്പം നമ്മൾ ഈ പൂർവജന്മാർജിതമായ പല വിധത്തിലുള്ള ശരീരത്തിനും മനസ്സിനും ബാധിക്കുന്ന രോഗങ്ങളും അതിൽ നിന്നുണ്ടാകുന്ന ആ താപത്രയങ്ങളിലുള്ള ചഞ്ചലാവസ്ഥയും ഇല്ലേ, അസ്വസ്ഥതകളും ടെൻഷനും ഒക്കെ പേറിക്കൊണ്ടാണെങ്കിലും ഭൗതിക പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്, ഭൗതികമായ ക്ലേശങ്ങളും ഉണ്ടാകാറുണ്ട്. അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അനുഷ്ഠാനം ചെയ്യാൻ സാധിക്കണം. അവിടെയൊന്നും തളരാതിരിക്കണം. ആ തളരാതെ ചെയ്യുന്ന ഉപാസനയാണ് ആദ്യം വ്യക്തോപാസന. നിങ്ങൾ ശരീരം കൊണ്ട് ഈ പറയുന്ന അനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങളുള്ള ചൈതന്യം, അവ്യക്തമായിരിക്കുന്ന ശക്തി നിങ്ങളെ പോഷിപ്പിക്കപ്പെടും. നിങ്ങളുടെ സ്വഭാവത്തിൽ പരിവർത്തനം, ഈശ്വരൻ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഈശ്വരന്റെ പ്രിയപ്പെട്ടവനായിട്ട് മാറാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സ്വഭാവ ഗുണങ്ങൾ ഈശ്വരനുണ്ടോ അതാണ് ഭഗവാൻ പറഞ്ഞതും. ആ ഒരു ഭാവത്തിലേക്ക് ഭഗവാനും ഭക്തനും ഒന്നാകുന്ന ഭാവത്തിലേക്ക് എത്തുമ്പോഴാണ് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് മാറുക. അപ്പൊ ആ അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈശ്വരപ്രാപ്തിക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചാൽ ഈ സ്വഭാവ പരിവർത്തനമൊക്കെ നിങ്ങൾ സ്വയമേവ ക്രിയേറ്റ് ആകും. നിങ്ങൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസിൽ പിടിച്ചിട്ട് പരീക്ഷ എഴുതി പാസ്സാകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയൊന്നും വേണ്ട. കൃത്യമായിട്ട് വ്യക്തോപാസന നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അവ്യക്തോപാസനയിലേക്ക് എത്തും. അപ്പൊ നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ഈ അനുഷ്ഠാനങ്ങൾ വ്യക്തമായിട്ട് വ്യക്തിപരമായിട്ട് ഈ പറഞ്ഞ അനുഷ്ഠാനം, കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, ത്യാഗമനസ്ഥിതി, ഈ 5 ഗുണങ്ങളെ കൊണ്ട് നിങ്ങൾ പ്രത്യക്ഷമായിട്ട് നിങ്ങൾ വ്യക്തിപരമായിട്ട് ഈ അനുഷ്ഠാനങ്ങൾ ചെയ്താൽ അതാണ് യഥാർത്ഥത്തിൽ
അചഞ്ചലമായ ഭക്തിയിലേക്ക് നിങ്ങളെ എത്തിക്കും. ഭഗവാൻ തന്നെ എത്തും. ഇതിനിടയ്ക്ക് എന്തൊക്കെ ക്ലേശങ്ങളോ ശരീരത്തിനോ ഞാൻ പറഞ്ഞല്ലോ, പൂർവ്വജന്മാർജിതമായിട്ടുള്ള എല്ലാവിധ കർമ്മത്തിന്റെ ഫലവും നമ്മൾ അനുഭവിക്കുന്നത് ഈ ജന്മത്തിലാണ്. ഈ ജന്മത്തിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള അനുഷ്ഠാനങ്ങളിലൂടെ ഈശ്വരനെ പോഷിപ്പിച്ച് നമ്മുടെ ശരീരത്തിൽ തന്നെ നിലനിർത്തിയാൽ നിങ്ങൾക്ക് അടുത്ത ജന്മത്തിൽ ഏത് ശരീരം കിട്ടിയാലും നിങ്ങൾ ഈശ്വരന്റെ ഭക്തനായിട്ട് തന്നെയായിരിക്കും. ഈ അനുഷ്ഠാനങ്ങൾ കണ്ടിന്യൂറ്റി ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ ഏത് ജന്മത്തിലാണോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അന്ധകരണ ശുദ്ധിയും വിവേകവും അനുഭവജ്ഞാനവും ലഭിക്കുന്നത്, അപ്പോൾ ആ നിമിഷം നിങ്ങൾക്ക് ഈശ്വരനെ പ്രാപിക്കാനുള്ള ബുദ്ധിയോഗത്തെ കിട്ടും. എന്ന് വെച്ചാൽ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലുമുള്ള ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഗുണത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ പഠിക്കും എന്നർത്ഥം. അതിൽ വീഴ്ചകളില്ലാതെ വഴുതിപ്പോകലില്ലാതെ അതേ അനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിൽ അതിനൊരു കാലപരിധിയുണ്ട്. അതിൽ എന്തെങ്കിലും വിധത്തിൽ കൺസിക്വൻസി സ്ലിപ്പാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്ന് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഭഗവാനെ പ്രാപിക്കാനുള്ള മേധാബുദ്ധി തരും. അതാണ് ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള ശക്തി. അത് ഈ ജന്മത്തിൽ തന്നെ കിട്ടിക്കൊള്ളുന്നില്ല, വരും ജന്മങ്ങളിൽ അത് കിട്ടിക്കൊള്ളും. നിങ്ങൾ ഈ ജന്മത്തിൽ ഈ അനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഈശ്വര ശക്തിയാണല്ലോ നിങ്ങൾ പോഷിപ്പിക്കുക. ആ പോഷിപ്പിച്ചാൽ പിന്നെ ഈശ്വരന്റെ സ്വഭാവ ഗുണങ്ങള്, ഈശ്വരന്റെ പ്രീതി നേടാനുള്ള ഭാവമൊക്കെ ഈശ്വരനിൽ നിന്ന് തന്നെ നിങ്ങളിൽ പ്രകടമാകും. ഈശ്വരന്റെ ജീവിതം തന്നെയാണല്ലോ നമ്മളിൽ പ്രകടമാകുന്നത്. പ്രത്യേകിച്ച് ഉണ്ടാക്കി തരേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മറയൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ഭാവം വരും. നമുക്കത് തന്മയി ഭാവത്തിൽ കൃഷ്ണനെ തന്നെ നനച്ചിരുന്നാൽ കൃഷ്ണനായി ഭവിക്ക വേണ്ടു എന്നാ പറഞ്ഞിരിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ഒരു അധ്വാനത്തിൻ്റെയോ ഇല്ലെങ്കിൽ അതിനൊരു പരീക്ഷ പാസ്സാകലോ സർട്ടിഫിക്കറ്റ് കിട്ടലോ ഒന്നുമില്ല. അതിൻ്റെ ഒന്നും ആവശ്യകതയൊന്നുമില്ല. അത് ഭഗവാൻ എപ്പം നിങ്ങൾക്ക് യോഗ്യത നൽകുന്നോ ആ ബുദ്ധിയോഗം കിട്ടും. ആ ബുദ്ധിയോഗം അനുസരിച്ചുകൊണ്ട് മേധാബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശ്വര ശക്തിയെ പോഷിപ്പിച്ച ഈശ്വര ശക്തിയെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഭഗവാനിലേക്ക് എത്താനുള്ള ആ പരമാത്മജ്ഞാനം വിദ്യകളിൽ വെച്ച് രഹസ്യമായിരിക്കുന്ന വിദ്യ, ഗൂഢമായിരിക്കുന്ന വിദ്യയാണ് ഭഗവാൻ നേരിട്ട് തേഷാമേവ അനുകമ്പാർത്ഥം അഹം അജ്ഞാനചന്തമ നാശയന്നാത്മഭാവസോ ജ്ഞാനദീപേന ഭാസത. ആ ഈശ്വരീയ ജ്ഞാനം ലഭിക്കലാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. അതാണ് ഏറ്റവും വലിയ സിദ്ധി. അത് എപ്പോൾ ഭഗവാൻ നിങ്ങളെ യോഗ്യനായിട്ട് കണക്കാക്കിയാൽ മനസ്സിലായാൽ അപ്പം മനക്കണ്ണു അർജുനന് തുറന്നു കൊടുത്ത പോലെ തുറന്നു തരും. അതാണ് തേഷാം ദിവ്യം ദദാമി തേ ചക്ഷും എന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നില്ലേ. അതേപോലെ നമുക്ക് പറയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഭഗവാൻ പ്രവേശിച്ച് ജ്ഞാനമാകുന്ന കണ്ണു തുറക്കും. അപ്പോൾ അന്ധകാരത്തിന്റെ അജ്ഞതയുടെ കവചം കംപ്ലീറ്റ് ഇല്ലാതെയാകും. ആ ജ്ഞാനത്തെ പരമാത്മാ ജ്ഞാനത്തിലേക്ക് എത്തിയാൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ്, ഏറ്റവും വലിയ സിദ്ധിയാണ്. അതാണ് ശ്രേയോഹി ജ്ഞാനം അഭ്യാസ ജ്ഞാനാധ്യാനം വിശിഷ്യതേ ധ്യാന കർമ്മ ഫലത്യാഗാത്യാഗാചാന്തിരനന്തരം. ഈശ്വരീയ ഭാവം നിങ്ങളിൽ എപ്പോൾ പൂർണ്ണമായിട്ട് പ്രകടമാകാൻ ആ ജ്ഞാനമാകുന്ന കണ്ണ് സിക്സ്ത് സെൻസ് നിങ്ങൾക്ക് എപ്പോൾ ഓപ്പൺ ആകുന്നോ അപ്പോഴായിരിക്കും നിങ്ങൾ സർവകർമ്മ ഫലത്യാഗിയായിട്ട് വരിക. അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് സർവകർമ്മ ഫലത്യാഗിയാൻ സാധ്യമല്ല. ഏറ്റവും വലിയ ത്യാഗം എന്താണെന്ന് പറഞ്ഞു? ഈശ്വരന്റെ അതേ ഭാവം, തനിക്കുള്ളത് മുഴുവൻ തന്നെ ഭജിക്കുന്നവർക്ക് കൊടുക്കാൻ തയ്യാറായിട്ടിരിക്കുക. മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് തൻ്റെ ഇഷ്ടങ്ങളെ ത്യജിക്കുന്ന മനോഭാവമാണ് ഏറ്റവും വലിയ ത്യാഗം. അതാണ് സർവകർമ്മ ഫലത്യാഗം. നമ്മളിപ്പോൾ എന്തെങ്കിലും ഭൗതിക വസ്തുക്കൾ കിട്ടി അത് മറ്റാർക്കെങ്കിലും കൊടുത്തു, അതൊന്നും ശാശ്വതമല്ല, അത് വന്നു പോയിരിക്കും. ഏറ്റവും വലിയ ത്യാഗം എന്താ? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് തൻ്റെ ഇഷ്ടങ്ങളെ മുഴുവൻ ത്യജിച്ചുകൊണ്ട് അവരുടെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് അവരുടെ സുഖത്തിന് വേണ്ടിയിട്ട് ഈശ്വരൻ എപ്രകാരം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന കൺസെപ്റ്റിൽ പ്രവർത്തിക്കുന്നോ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ സാധിച്ചാൽ അവൻ ഈശ്വരനിലേക്ക് തന്നെ എത്തും, യാതൊരു സംശയവുമില്ല. അത് മനുഷ്യജന്മത്തിലൂടെ തന്നെ സാധിക്കും. അങ്ങനെ ചേർന്നിട്ടുള്ള മഹാത്മാക്കളുണ്ടല്ലോ. അതാണ് ഭഗവാൻ പറഞ്ഞത്. ആ ഒരൊറ്റ സ്പോട്ട് വെച്ചുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്
കിം പുനർബ്രാഹ്മണ പുണ്യ രാജർഷയസ്തത അനിത്യം അസുഖം രോഗം ഇമം പ്രാപ്തി ഭജസ്വമാൻ പറയും. അപ്പം അങ്ങനെ ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണരും ഇല്ലേ രാജർഷികളും മഹാത്മാക്കളും ഭാരതവർഷത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ പോലെ നിങ്ങളും ഈ അർഹതയെ യോഗ്യതയാക്കൂ എന്ന പദത്തിനാണ് ഭഗവാൻ അവിടെ പ്രാധാന്യം കൊടുത്തത്. ഞാൻ ചോദിച്ചത് തിരിച്ച് ഭഗവാനോട് ചോദിച്ചെങ്കിൽ ഇന്നത്തെ സ്ഥിതി കണ്ടിട്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ ഭഗവാന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താ? പണ്ടിങ്ങനെയുള്ളവരുണ്ടായിരുന്നു, ആ ഒരു മാർഗത്തിലേക്ക് നമ്മളോട് ഉയരാനാണ് പറയുന്നത്. അവരും ഇതേ അനുഷ്ഠാനങ്ങളും ഇതേ ക്ലേശങ്ങളും ഒക്കെ സഹിച്ചിട്ടാണ് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയത്. അപ്പൊ അങ്ങനെയുള്ളവർ ഈ ഭാരതവർഷത്തിൽ ഉണ്ടായിരുന്നു. അവരെ മാതൃകയാക്കൂ. ദേവതാരോചനാഖ സയൽ പ്രമാണം കൂറുതേ ലോകസ്ഥേന്നും അനുവർത്തതയെന്നും ഭഗവാൻ കർമ്മയോഗത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട്, അത് തന്ത്രി ആയാലും സന്യാസി ആയാലും, ഇന്ന് നമുക്കിപ്പോ ഈ രീതിയിൽ എന്നെ പോലെയുള്ളവർ ഗുണദോഷങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും പലരിൽ നിന്നും പഠിക്കാറുണ്ട്. ഞാൻ പലതും ഇങ്ങനെയൊക്കെ പഠിക്കുന്നത്. അപ്പം അവരെന്ത് ചെയ്യുന്നു, അവരോട് പോയി ചോദിച്ചിട്ട് അത് മാറ്റാനൊന്നും സാധ്യമല്ല. അത് അവരുടെ സ്വഭാവം. പെട്ടെന്ന് മാറ്റാൻ പറ്റും? നേരെ തിരിച്ചുവാ. നമ്മൾ ചോദ്യം ചെയ്യാൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ തെറ്റുകാരനായിട്ട് കാണുകയും ചെയ്യും. അതാണ് കലിയുഗത്തിലെ ഏറ്റവും വലിയ കുഴപ്പം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു സത്യം കണ്ടെത്തിയിട്ട് അതേപ്പറ്റി എങ്ങാനും പ്രതികരിക്കാൻ പോയാൽ നമ്മളാവും തെറ്റുകാരൻ. കാരണം അധർമ്മത്തെ ധർമ്മമായി കാണുന്നവരാ. താൻ എന്ത് ചെയ്താലും അത് ധർമ്മമായി കാണും. അത് ധർമ്മ അധർമ്മങ്ങളുടെ ഗുണദോഷങ്ങളെ വിവേചനം ചെയ്യാറില്ല എന്നർത്ഥം. ആരെങ്കിലും കാണിച്ചു കൊടുത്താലും അത് പുനർവിചിന്തനം നടത്തില്ല. ഒറ്റയടിക്ക് അഹങ്കാരം പറയും. അവിടെ അഹിതമായിട്ടാ വരിക. സത്യത്തെ നമ്മൾ വെളിപ്പെടുത്തി കൊടുക്കാമെന്ന് വിചാരിച്ച് ഉപകാരാർത്ഥമായിട്ടാണെങ്കിലും ഇതിങ്ങനെയല്ല ഇങ്ങനെയാ വേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ തെറ്റുകാരനാക്കുന്നത് നമ്മളെ അധർമ്മിയാക്കും. ഇപ്പം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ പട്ടതിരിപ്പാടിന് പറ്റിയത്, അല്ലേ? പൂന്താനം ശുദ്ധ മനസ്സോടുകൂടി ആ ഗുരുവായൂരമ്പലത്തിരുന്ന് സഹസ്രാമം ജപിക്കുമ്പം പട്ടതിരിപ്പാട് പാണ്ഡിത്യത്തിന്റെ ആധിക്യത്താൽ, അല്ലെ, പാണ്ഡിത്യത്തിന്റെ അഹങ്കാരം കൊണ്ട് ഗുരുവായൂരപ്പനെ ദർശനം നടത്താൻ ചെന്നയാള് ഈ ഭക്തനിരുന്ന് ജപിക്കുന്നത് എന്തിനാ ശ്രദ്ധിക്കാൻ പോയത്? അതുകൊണ്ടല്ലേ അതിലെ തെറ്റ് കണ്ടുപിടിക്കാൻ പോയത്. അതുകൊണ്ടാ ഭഗവാൻ പറഞ്ഞ, നീ എന്നെ കാണാൻ വന്നാൽ എന്നിലല്ലേ ഭക്തിയും ശ്രദ്ധയും ഉണ്ടായിരിക്കേണ്ടത്. അതിനു പകരം മറ്റൊരാൾ ജപിക്കുന്നത് ശ്രദ്ധിക്കാൻ പോയതുകൊണ്ടല്ല അതിൽ തെറ്റും ശരിയും കണ്ടുപിടിക്കാൻ പോയത്. അപ്പോൾ നിന്റെ ശ്രദ്ധയില്ലാത്ത ഭക്തിയേക്കാൾ നല്ലത് ശ്രദ്ധയോടെ മനഃശുദ്ധിയോടുകൂടി തെറ്റാണെങ്കിലും എന്നെ മനസ്സ് വിചാരിച്ചുകൊണ്ട് ജപിക്കുന്ന ഭക്തനെയാണ് എനിക്കിഷ്ടം, നിന്റെ വിഭക്തിയേക്കാൾ ഈ ഭക്തിയാണ് എനിക്കിഷ്ടം എന്ന് ഭഗവാൻ പറയാൻ കാരണമുണ്ടായി. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കാൻ മിടുക്കന്മാരാ. അതെന്തെങ്കിലും ഇതുപോലുള്ള കാരണങ്ങളൊക്കെ കിട്ടിയാൽ പിന്നെ അത് തന്നെ ചർച്ച ചെയ്യലും അത് തന്നെ പങ്കുവയ്ക്കലും ഷെയർ ചെയ്യലും ഒക്കെ ആയി അത് പ്രചരിപ്പിക്കാനും ഒരു വിഷമവുമില്ല. പക്ഷെ നമ്മൾ എന്താണ്, അതാണ് നോക്കേണ്ടത്. അപ്പം മറ്റുള്ളവര് എന്ത് ചെയ്യുന്നു, ഏത് തരത്തിൽ അവർ ഭക്തിയിലേക്ക് പോകുന്നു, അനുഷ്ഠാനങ്ങൾ എപ്രകാരം ചെയ്യുന്നു എന്നത് ഒരിക്കലും നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകണ്ട. അത് നിങ്ങളുടെ ടൈമും വേസ്റ്റാക്കും, നിങ്ങളുടെ എനർജി വേസ്റ്റാക്കും. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥ അനന്യഭക്തി, ഏകാന്ത ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇൻഡിവിജ്വൽ. അതാണ് മനുഷ്യായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം എന്ന് പറഞ്ഞത് ഭഗവാൻ. അപ്പൊ ഭഗവാൻ പറഞ്ഞത് എന്താണോ അത് കൃത്യമായിട്ട് നമുക്ക് ശ്രദ്ധയോടുകൂടി അനുസരിക്കാൻ, അത് ഉപാസനയായിട്ട് എടുക്കാൻ സാധിച്ചാൽ അതാണ് വ്യക്തോപാസന. വ്യക്തോപാസനയിൽ നിന്ന് നിങ്ങൾ അവ്യക്തോപാസന എന്താന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും കൺഫ്യൂഷൻ ആകേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൃത്യമായിട്ട് ഉപാധി സ്വീകരിച്ചുകൊണ്ട് വ്യക്തം ആയിട്ട് വ്യക്തിപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന അനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ട് വ്യക്തിപരമായിട്ട് വ്യക്തമായിട്ട് ആ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്താൽ നിങ്ങൾ അവ്യക്ത ഉപാസന, അവ്യക്തമായിരിക്കുന്ന നിങ്ങളുടെ ശരീരത്തിൽ തന്നെയുള്ള ഈശ്വര ശക്തിയെ പോഷിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം, അത് പോഷിപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈശ്വരൻ്റെ സ്വഭാവത്തിലേക്ക് എത്തും, ഈശ്വരൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് മാറും.
അത് സ്വഭാവം കൊണ്ടായിക്കോട്ടെ, നിങ്ങളുടെ കർമ്മം കൊണ്ടായിക്കോട്ടെ, നിങ്ങൾ എന്ത് ചിന്തിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും ഈശ്വരഹിതത്തിന് വിരുദ്ധമായിട്ട് നിങ്ങൾക്ക് ഒന്നും ചിന്തിക്കാനോ പറയാനോ പ്രവർത്തിക്കാനോ സാധ്യമല്ലാതെ വരും. അതാണ് ഈശ്വരന്റെ പ്രീതിക്ക് ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. പിന്നെ മറ്റുള്ളവരെന്ത് പറഞ്ഞാലും അതൊക്കെ മൂളി കേട്ടോളും, മൗനമായി ഇരുന്നോളും. അതിലൊന്നും പ്രതികരിക്കാൻ വരെ പോകണ്ട. നിങ്ങൾക്ക് എന്താണോ ഈശ്വരീയമായിട്ടുള്ള ഉണർവുണ്ടായിട്ട് നിങ്ങളിൽ തോന്നുന്നത് അത് കർമ്മമായിട്ട് അനുഷ്ഠിക്കുക. അതാണ് ഏത് ധർമ്മ്യാമൃതം ഇതം യഥോക്തം പരിഭാസത്തെ സത്തതാനാം മത് പരമ ഭക്താസ്തയും അതീവമേ പ്രിയ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഭക്തന്മാരെ ഒക്കെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു, അത്യന്തം പ്രിയമാണെന്ന് പറഞ്ഞു. അപ്പൊ എന്നെ മാത്രം എന്നല്ല പറഞ്ഞു, ഇല്ലേ മറ്റൊരാളെ മാത്രം എന്നല്ല പറഞ്ഞത്. അതിനു മുമ്പ് പറഞ്ഞതൊക്കെ ഈ സ്വഭാവങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നവരെ എനിക്ക് ഓരോരുത്തരെ ഇഷ്ടം, ഇങ്ങനെയുള്ള മനുഷ്യരെ എനിക്ക് ഇഷ്ടമാന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞ എന്താ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അനുഷ്ഠാനം നിത്യയുക്തമായിട്ട് ആര് ചെയ്യുന്നുവോ, ഈശ്വരന്റെ ഉപാസന അനുസരിച്ച് പര്യുപാസന എന്ന് പറഞ്ഞാൽ നിത്യയുക്തമായിട്ട് അനുഷ്ഠാനത്തെ, ഭഗവാൻ പറഞ്ഞ മുഖ്യധർമ്മത്തെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുന്ന ഭക്തന്മാരെയൊക്കെ എനിക്ക് അത്യന്തം പ്രിയമാണെന്നാ പറഞ്ഞു. നമ്മളിൽ അതിൽ ഒരാളായാൽ മതി. എല്ലാവരും ആകുന്നു, ആരൊക്കെ ആയി ഇതൊന്നും ചെയ്യണ്ട, നിങ്ങൾ അതിൽ ഒരാളാകണം. അങ്ങനെ ലക്ഷ്യം തീരുമാനിക്കണം. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള അനുഷ്ഠാനങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് അനുഷ്ഠിച്ചാൽ അത് വ്യക്തോപാസനയാണ്. അവ്യക്തോപാസനയെ പറ്റി ചിന്തിക്കോ വറീഡാകുകയും വേണ്ട. വ്യക്തോപാസന നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങൾ അവ്യക്തോപാസനയിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഈ പറയുന്ന കൺസിക്വൻസീസ്, ശരീരക്ലേശാനുഷ്ഠാനങ്ങളെ കൊണ്ടുണ്ടാകുന്ന സഹകാരി കാരണങ്ങളെ കൊണ്ട് ക്ലേശങ്ങളൊക്കെ സുഖദുഃഖങ്ങളെയൊക്കെ അനുഭവിക്കണം. അത് ഈ ശരീരം കൊണ്ട് അനുഭവിച്ച് എപ്പോൾ ക്ലിയറൻസ് വരുന്നു അപ്പോൾ ഭഗവാന്റെ അവ്യക്ത ഉപാസനയിലേക്ക് ആ മലീനസമായിരിക്കുന്ന ശരീരത്തിലോ ഇന്ദ്രിയ ശക്തികളിലോ ആത്മാവിലോ ഉള്ള പൂർവ്വജന്മാർജിതമായിട്ടുള്ള സുഖദുഃഖങ്ങളാകും. രണ്ടും പാപവും പുണ്യവും ഉണ്ടെങ്കിലും പ്രാരബ്ധ, അത് രണ്ടും അനുഭവിച്ച് തീർക്കുക തന്നെ വേണം. അപ്പോൾ ശുദ്ധി വരും. ശുദ്ധി എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങളിൽ അവ്യക്തമായിരിക്കുന്ന ഈശ്വരശക്തി പോഷിപ്പിക്കപ്പെടും. പിന്നെ നിങ്ങളുടെ ചിന്ത, വാക്ക്, പ്രവൃത്തികൾ ഒക്കെ ഈശ്വരന്റെ ഹിതകരമായിട്ട് നിങ്ങൾ ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും സാധിക്കൂ. അത് അവ്യക്ത ശക്തിയായിരിക്കുന്ന നിങ്ങളുടെ ആത്മചൈതന്യം നിങ്ങളുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് അത് പോഷിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ അവ്യക്തോപാസനയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം ക്ലേശിക്കേണ്ട ആവശ്യമില്ല. ആദ്യം ക്ലേശിക്കേണ്ടത് വ്യക്തോപാസനയ്ക്കാണ്. അതിന് ശരീരം കൊണ്ടുവരെ ക്ലേശങ്ങളുണ്ടാവും. ഈ ക്ലേശങ്ങൾ ഉണ്ടാകുന്നത് ഈ ജന്മത്തിലെ നിങ്ങളുടെ ക്രിയേഷൻ അല്ല എന്ന് മനസ്സിലാക്കണം. പൂർവ്വജന്മാർജിതമായിട്ടുള്ള ക്ലേശങ്ങളാവും. അത് സുഖം തന്നെ, പുണ്യത്തിൻ്റെ ഫലമൊക്കെ സുഹൃതമായിട്ട് വരുന്നതൊക്കെ നമ്മൾ അനുഭവിക്കാൻ സന്തോഷമായിട്ട് അനുഭവിച്ചോളും. അതിന് പ്രത്യേകിച്ചൊരു ക്ലേശമൊന്നും ആവശ്യമില്ല. പക്ഷെ ആ സുഖങ്ങൾ വരുമ്പോൾ അതിൽ ചില ക്ലേശങ്ങൾ ഉണ്ടാക്കാൻ, പ്രാരാബ്ധത്തിലേക്ക് പോകാൻ ഇടവരുന്ന ചില കർമ്മങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് സുഖം കിട്ടുമ്പോൾ അഹങ്കരിക്കുക, ഇഷ്ടമുള്ളത് കിട്ടുമ്പം അത് മറ്റാർക്കും കൊടുക്കാതെ എടുത്തു വയ്ക്കുക, ഇങ്ങനെയുള്ള ചില സുഖകർമ്മത്തിൻ്റെ സുഹൃതകർമ്മത്തിൻ്റെ ഫലമായിട്ട് ചില പുണ്യഫലങ്ങളുടെ സിദ്ധികളും നിങ്ങൾക്ക് ലഭിക്കും. അത് സുഖമായിട്ട് വരും. ഗുണങ്ങൾ പോഷിപ്പിക്കപ്പെടുമ്പോൾ അതനുസരിച്ചുള്ള അച്ചീവ്മെൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. അതിൽ അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ശ്രദ്ധിച്ചോളണം. ഇല്ലെങ്കിൽ വീണ്ടും ക്ലേശത്തിലേക്ക് പോകും. ഇപ്പം ഈ ജന്മത്തിൽ അങ്ങനെ സുഖം കിട്ടിയിട്ട് അതിൽ നിന്നുണ്ടാകുന്ന നിങ്ങളുടെ ഭാവവ്യത്യാസങ്ങളെ, അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുന്നത് അടുത്ത ജന്മത്തിലായിരിക്കും കൂടെ മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ ഫലം ഇപ്പം ഈ നിങ്ങൾ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പം ഈ ക്ലേശങ്ങളൊക്കെ ശുദ്ധമാകുന്നതോടൊപ്പം തന്നെ ഈ പുണ്യകർമ്മത്തിൻ്റെ ഫലവും കൂടെ സുഖമായിട്ട് വരും. അപ്പോൾ അതിൻ്റെ കൺസിക്വൻസീസ് എന്തെങ്കിലും നിങ്ങൾക്ക് സ്വഭാവത്തിലോ ഇല്ലേ വികാര വിചാരങ്ങളിലോ നിങ്ങൾ അത് വേണ്ട വിധത്തിൽ അത് കൈകാര്യം ചെയ്തില്ല എങ്കിൽ അതിൻ്റെ ഫലം ഈ ജന്മത്തിലല്ല അടുത്ത ജന്മത്തിലായിരിക്കും കിട്ടുക. കാരണം അതിൻ്റെ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടഭോഗങ്ങൾ കിട്ടിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാതെ കഴിക്കുക, കിട്ടുന്നതിൽ അഹങ്കരിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു വയ്ക്കുക. നമുക്ക് ഈ ഈശ്വര അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ യോഗക്ഷേമമൊക്കെ ഭഗവാൻ നോക്കുമെന്ന് പറഞ്ഞു. നമുക്ക് യോഗ ഇല്ലാത്തതൊക്കെ ചിലപ്പോൾ കിട്ടും.
അപ്പോൾ കിട്ടിയിട്ട് അതിൻ്റെ ക്ഷേമമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിൽ ചിലപ്പം മറ്റാർക്കും കൊടുക്കാതെയൊക്കെ, അല്ലെങ്കിൽ നമ്മൾ ഭഗവാൻ പറഞ്ഞതനുസരിച്ചുള്ള ധർമ്മത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് അറിയാതെ വ്യതിചരിച്ചാൽ അതിൻ്റെ ബുദ്ധിമുട്ടുള്ള കൺസിക്വൻസീസ് ഒക്കെ അനുഭവിക്കുന്ന ഈ ജന്മത്തിലായിരിക്കില്ല, അടുത്ത ജന്മത്തിലാണ്. അത് അതുകൊണ്ട് അത് ശ്രദ്ധിക്കാതെ പോകും. ഈ ജന്മത്തിൽ തന്നെ തിരിച്ചു കിട്ടുകയാണെങ്കിൽ നമുക്കത് പ്രത്യേകിച്ച് ഇന്നത് ചെയ്തിട്ടാണ് നമുക്ക് ഇങ്ങനെ വന്നേന്നൊക്കെ ചിന്തിക്കാൻ പറ്റും. പക്ഷെ അടുത്ത ജന്മത്തിലേക്ക് അനുഭവിക്കുന്നെങ്കിലോ, ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഈ ജന്മത്തിൽ നമ്മൾ സുഖമോ ദുഃഖമോ എന്തനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഈ ശരീരം കൊണ്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് പൂർവ്വജന്മാർജിതമായ കർമ്മത്തിൻ്റെ ഫലമായിരിക്കും. ഈ ജന്മത്തിൽ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലം അടുത്ത ജന്മത്തിലേക്ക് കിട്ടും. എന്നാൽ വളരെ ശ്രദ്ധയോടെ ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ ഭഗവാൻ നൽകുമെന്ന് പറഞ്ഞു. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ പിന്നീടെങ്കിലും ആ ഒരു യോഗത്തിലേക്ക് എത്തിയാലെങ്കിലും ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ജീവിക്കാൻ. അപ്പം നിവർത്തി മാർഗത്തിൽ പ്രവർത്തിക്കും. അത് നിങ്ങളെ അടുത്ത ജന്മത്തിലേക്കും പ്രാരാബ്ധങ്ങളിലും ക്ലേശത്തിലേക്കും പോകാതെ കാത്തു സംരക്ഷിക്കും. അതിനുള്ള ജ്ഞാനവും കൂടെ ലഭിച്ചാലോ. അടുത്ത സ്റ്റെപ്പിലാണ് ഈ മേധാബുദ്ധി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗുണത്തെ ആശ്രയിച്ചുകൊണ്ട്, ഗുണദോഷം തിരിച്ചറിഞ്ഞുകൊണ്ട് ഗുണത്തെ ആശ്രയിച്ച് ജീവിച്ചാൽ അതിൽ ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാകും. ആ അച്ചീവ്മെൻ്റ് അതും ഭഗവാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഏതു ധർമ്മയാമൃതമിതം യഥോക്തം പരിഭാസത എന്ന് പറയുന്നതിലൊക്കെ അത് വരും. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ അത് ഉപാസന നടത്തുന്നതിൽ യാതൊരു കോട്ടവും വരുത്താതെ ഭഗവാൻ പറയുന്ന അനുസരിച്ചുകൊണ്ട് വഴുതി പോകാതെ കൃത്യമായിട്ട് ചെയ്താൽ പിന്നെ അവിടെ അതൊക്കെ നിവർത്തി മാർഗത്തിലായിരിക്കും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. പ്രവൃത്തി മാർഗത്തിലേക്ക് വരുമ്പോഴേ അടുത്ത ജന്മത്തിന് കാരണമായി. ഇല്ലെങ്കിൽ അടുത്ത ജന്മം കിട്ടിയിട്ട് ചിലതൊക്കെ അനുഭവിക്കാൻ ബാക്കി വരുന്നതൊക്കെ എന്തുകൊണ്ടാണ്? ഈ ഗുണദോഷങ്ങളെ തിരിച്ചറിയാതെ ശ്രദ്ധയില്ലാതെയൊക്കെ പ്രവർത്തിക്കുമ്പോഴാണ്. ഗുണദോഷങ്ങൾ ചില സമയത്തുണ്ട്, ഗുണദോഷങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും നമ്മുടെ മനസാക്ഷി പറഞ്ഞതുപോലും കേൾക്കാതെ ചിലപ്പോൾ പ്രവർത്തിക്കും. അപ്പോൾ അതിൻ്റെ കൺസിക്വൻസീസ് വരും. ഈ മേധാബുദ്ധി കിട്ടിക്കഴിഞ്ഞാൽ എന്താ, നമുക്ക് കൃത്യമായിട്ട്, അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇൻഡ്യൂഷൻ കിട്ടുന്നുണ്ട്, നമ്മളാരും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ മനസാക്ഷി എപ്പോഴും പ്രവർത്തിക്കുന്നതാണ്. 100% നന്മതിന്മകളെ വിളിച്ചറിയിക്കുന്ന ഒരേ ഒരു സോഴ്സ് മനസാക്ഷിയാണ്. മനസ്സാണ് ഈശ്വരൻ്റെ ശക്തി. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാലും ചിലപ്പം മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് ചിലപ്പോൾ പെരുമാറും. അപ്പോൾ അത് പ്രശ്നം ഉണ്ടാക്കും. അത് ചിലപ്പോൾ പ്രാരാബ്ധത്തിലേക്കും പ്രവൃത്തി മാർഗത്തിലേക്കും കൊണ്ടുപോകും. അപ്പോൾ അടുത്ത ജന്മത്തിൽ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ ഫലവും ഈ ജന്മത്തിലല്ല കിട്ടുക, അടുത്ത ജന്മത്തിൽ. ഈ ജന്മത്തിന് കിട്ടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിവുണ്ടാവും. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഞാൻ യോഗീശ്വര പദവിയിൽ വരെ എത്തിയിട്ടും എന്ത് കാരണം കൊണ്ടാണ് ഞാൻ വീണ്ടും ജനിച്ചു വരേണ്ടി വന്നത്, കർമ്മ എനിക്ക് ഈ ജന്മത്തിലേ മനസ്സിലായല്ലോ. കഴിഞ്ഞ ജന്മത്തിൽ മനസ്സിലായെങ്കിൽ അത് ചെയ്യില്ലല്ലോ. അപ്പൊ അവിടെയാണ് പ്രവൃത്തി ദോഷമൊക്കെ വരും അറിയാതെ. അപ്പൊ ജ്ഞാനം കിട്ടിയാലും ചിലപ്പോൾ സ്ലിപ്പാവും, വഴുതി പോവും. അപ്പൊ അവിടെയൊക്കെയാണ് നമ്മൾ അത് പിന്നെ പേടിക്കണ്ട. വീണ്ടും ഈശ്വരൻ അതനുസരിച്ചുള്ള ജന്മം നൽകി വീണ്ടും അതിലുള്ള കൺസിക്വൻസീസും കൂടെ അനുഭവിച്ചിട്ട് ശുദ്ധി വരാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ നിയോഗത്താൽ തന്നെ നമ്മൾ പ്രവർത്തിക്കുക എന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പം അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഞാൻ. ഓരോ ജന്മത്തിൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഈ ജന്മത്തിൽ എന്തുകൊണ്ടാണോ അത് സ്ലിപ്പായത്, ഭ്രഷ്ടനാക്കപ്പെട്ടതെന്നൊക്കെ ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലായി. അതൊക്കെ സംഘദോഷം സമ്പർക്കദോഷം കൊണ്ടൊക്കെ ഉണ്ടായതാണ്. നമ്മൾ ഭഗവാൻ പറയുന്നത് മാത്രം അനുസരിക്കാൻ പറഞ്ഞിട്ട് മറ്റുള്ളവർ പറയുന്നത് അനുസരിക്കാൻ പോയപ്പോൾ ഉണ്ടായ കൺസിക്വൻസീസാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ അവസാനം പറഞ്ഞ ഭക്തിയോഗത്തിൽ പറഞ്ഞ ശ്ലോകം എപ്പോഴും ഓർത്തിരുന്നുകൊണ്ട്, ഭഗവാൻ പറഞ്ഞ ധർമ്മത്തെ അല്ലാതെ അത് മറ്റൊരാൾ പറയുന്ന കേട്ടിട്ട് അവരുടെ ലക്ഷ്യം വെച്ചുകൊണ്ടോ ഇല്ലേ അവരുടെ കാഴ്ചപ്പാട് അനുസരിച്ചുകൊണ്ടോ അവർക്ക് അനുകൂലമായിട്ട് നമ്മൾ പ്രവർത്തിച്ചാൽ ചിലപ്പോൾ നമുക്കത് സൂട്ടാകാതെ അത് നമ്മളെ കർമ്മബന്ധനത്തിൽപ്പെടുത്തും ചിലപ്പോൾ. അതുകൊണ്ടാണ് ഏതു ധർമ്യാമൃതം വേദോക്തം പരിവാസതേ ശ്രദ്ധദാന മത്പരമാ ഭക്താസ്തേം അതീവമേ പ്രിയ പറഞ്ഞു. അപ്പൊ അത് കൃതകൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. അത് നമ്മൾ യഥാർത്ഥ ഭക്തിയിലേക്ക് വന്നാൽ ഇനി വീണ്ടും ജന്മം എടുക്കേണ്ടി വന്നാലും ഈ റൂട്ടിൽ നിന്ന് സ്ലിപ്പായി പോവില്ല. സ്വല്പാഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മുഖതോപായ, ഇല്ലെങ്കിൽ ശുഭകാര്യം ചെയ്യുന്ന ഒരിക്കലും നശിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം പറഞ്ഞല്ലോ, നമുക്ക് ഈ ജന്മത്തെ കാര്യങ്ങളെല്ലാം മറക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ? ഈ ജന്മത്തിലെ മരണം. അടുത്ത ജന്മത്തിൽ ഈ പറയുന്ന ബന്ധങ്ങളൊക്കെ മറക്കൂലോ. എവിടെയൊക്കെയാ കണക്ഷൻസ് ഉണ്ടായിരുന്നത്, ഈ ജന്മത്തിൽ ചിലപ്പോൾ ഈ കണക്ഷൻസ് ആയിരിക്കും ചിലപ്പോൾ നമ്മളെ കൊണ്ടുപോയി ബന്ധനത്തിൽപ്പെടുത്തുന്നത്. ഇനി ജനിച്ചിട്ട് വരുമ്പോഴോ നമ്മുടെ സ്വത്തും ഇല്ലെങ്കിൽ വീട് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്ന, ഞാൻ എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ബന്ധു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ അടുത്ത ജന്മത്തിൽ വന്നു പോകും. അതിനാണ് മരണം സംഭവിക്കുക.
അല്ലാതെ നമ്മുടെ ജീവൻ ഒരിക്കലും മരണം സംഭവിക്കുമല്ലോ. ശരീരം വീണ്ടും പുതിയത് കിട്ടിക്കോളും. പുതിയ ശരീരം കിട്ടിയാലും പഴയതൊന്നും ഓർമ്മയുണ്ടാവില്ല. അത് ഒരു കണക്കിന് നല്ലതല്ലേ. ഈ മറവി എന്ന് പറയുന്ന പ്രതിഭാസവും ഈശ്വരൻ തന്നെയാണ് ചെയ്യിപ്പിക്കുന്നതെന്ന് പറഞ്ഞത്, അതും ഒരു കണക്കിന് നല്ലതാ. എന്ത് സംഭവിച്ചാലും നല്ലതാണ്. അപ്പം മരണം ഒരു പരാജയമൊന്നുമല്ല. മരണം എന്ന് പറയുന്നത് പലരും പറയാറുണ്ടല്ലോ, അകാല മരണം. അകാല മരണം എന്ന് പറയുന്നത് ഒരു സംഭവമേ ഇല്ല. നിങ്ങൾക്ക് കാലം എപ്പോഴാണോ ആ കാലത്ത് സംഭവിക്കും, മരണം സംഭവിക്കും. എങ്ങനെ സംഭവിക്കും? ഏത് വിധേനയും സംഭവിക്കും. ഏത് വിധേന സംഭവിച്ചാലും നിങ്ങളുടെ ജീവചൈതന്യമായിട്ട് തന്നെ നിൽക്കും. അത് പുനർവസിച്ചോളും അടുത്ത ശരീരത്തിലേക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വ്യക്തോപാസനയ്ക്ക് തന്നെ ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുക. നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ശരീരം കൊണ്ട് ഈ കലിയുഗത്തിൽ എളുപ്പമാണ് അനുഷ്ഠാനം, ലക്ഷ്യം തീരുമാനിക്കുക. അതിനുള്ള അനുഷ്ഠാനങ്ങൾ ഗീതയിൽ തന്നെ പറയുന്നുണ്ട്. ഞാൻ കുറച്ചോളം ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നാമസങ്കീർത്തനമാണ് ഏറ്റവും സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ നട്ടല് നിവർത്തിയിരുന്ന് നാമം ജപിക്കലാണ് ഏറ്റവും. വിളക്ക് വയ്ക്കാൻ പറ്റുമെങ്കിൽ വിളക്ക് വെച്ചോളൂ. ഇല്ല, വിളക്ക് വെച്ചാൽ അതും കൂടെ ശ്രദ്ധിക്കണം. ജപമാല ഉപയോഗിച്ചുകൊണ്ട് ജപിച്ചാൽ അതും ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ ശ്രദ്ധ തെറ്റുന്ന കർമ്മങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുള്ള ഉപാസനയിലേക്ക് വരിക. അതാണ് ഞാനിവിടെ വിളക്ക് പോലും അധികം വയ്ക്കാത്തതിൻ്റെ ഉദ്ദേശം. അതാ, നമ്മളിപ്പോൾ ഈ തിരി ഒരുപാട് കത്തിച്ചാൽ അത് പടംതിരി കത്തുന്നു, എണ്ണ കത്തുന്നു ഒക്കെ ഞാൻ ശ്രദ്ധിക്കേണ്ടി വരും. മറ്റാരും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിച്ചാലും അവരും ശ്രദ്ധിച്ചോളും നിർബന്ധമൊന്നുമില്ല. അപ്പം നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്താൽ മതി. കെടാതിരിക്കാൻ ഒരു വിളക്ക് കത്തിച്ചിട്ടുണ്ട്, കടാവിളക്ക് വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളതൊക്കെ കെട്ടാലും പ്രശ്നമില്ല. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നിസ്സാരം ആയുള്ള സംഘങ്ങളും വലിയ പ്രശ്നമായിട്ട് മാറ്റാതെ നമുക്ക് ലളിതമായിട്ട് നമുക്ക് യുക്തിസഹജമായിട്ട് തീരുമാനിച്ച് ഒരു ഉപാസനാ രീതി, അനുഷ്ഠാനക്രമം നിങ്ങൾ നിത്യയുക്തമായിട്ട് ചെയ്യുക. അതിൽ എന്തൊക്കെ ക്ലേശങ്ങൾ, ശരീരക്ലേശങ്ങളൊക്കെ ഉണ്ടായാലും ഈ അനുഷ്ഠാനം തെറ്റിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒഴിച്ചുകൂടാൻ പാടില്ലാത്തൊരു സ്വഭാവമാക്കി മാറ്റുക. അങ്ങനെ അതിൽ നിന്നുണ്ടാകുന്ന ചേഞ്ചസ് സ്വഭാവത്തിലോ നമ്മുടെ കാഴ്ചപ്പാടിലോ നമ്മുടെ അനുഭവങ്ങളിലോ ഒക്കെ ഉണ്ടായാൽ നിങ്ങൾക്ക് തന്നെ അതിനെ ഓവർകം ചെയ്യാനുള്ള ബുദ്ധി, മേധാബുദ്ധിയൊക്കെ തന്നെ ഭഗവാൻ അവ്യക്ത സ്വരൂപമായിരിക്കും. മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇതൊക്കെ ചേർന്നതാണ് ജീവചൈതന്യം എന്ന് പറയുന്നത്. അത് അന്ധകരണ ശുദ്ധി എപ്പോൾ ഉണ്ടാകുന്നോ അതനുസരിച്ച് കൊണ്ട് നിങ്ങൾക്ക് യഥാർത്ഥ ധർമ്മത്തെ ധർമ്മമായി കാണാനും ആ അധർമ്മത്തെ അധർമ്മമായി കാണാനുമുള്ള തിരിച്ചറിവൊക്കെ ഉണ്ടാകും. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അധർമ്മത്തെ ധർമ്മമായി കാണുന്ന ദുര്യോധനന്റെ സ്വഭാവമൊക്കെ ഉണ്ടാവും. അത് നമ്മളെ പ്രശ്നത്തിൽ കൊണ്ടുവരുത്തും. അപ്പൊ കൃത്യമായിട്ട് ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു സ്വഭാവമൊക്കെ ഉണ്ടാകി അവിടെ നിങ്ങളുടെ ഈശ്വര ശക്തി നിങ്ങൾക്ക് പോഷിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങളെ എന്തെങ്കിലും നിങ്ങൾക്ക് അതെന്താന്ന് മനസ്സിലാകുന്നില്ലെങ്കിലാണ് ഒരു ഗുരുവിൻ്റെ അടുത്തൊക്കെ സംശയം ചോദിക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാകുക. അതിനാണ് ഗുരുക്കന്മാർ. അപ്പം അച്ചീവ്മെന്റ് സ്വയം ഉണ്ടാക്കണം. ഗുരു അതിൻ്റെ സംശയം തീർത്ത് തന്നാൽ തത്വദർശികളായിട്ടുള്ളവരുടെ സംശയം ചോദിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും ചിലപ്പോൾ കൺഫ്യൂഷനിലാക്കും. അങ്ങനെയൊക്കെയാണ് ഭക്തിയോഗത്തിലെ അനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം എന്താ? ഈശ്വരപ്രാപ്തി. ഈശ്വരപ്രാപ്തിയിലേക്ക് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഈശ്വര പ്രീതി നേടണം. ഭഗവാനും ഭക്തനും ഒന്നാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം. ഭക്തൻ തന്നെയാണ് ഭഗവാൻ എന്നും ഭഗവാൻ തന്നെയാണ് ഭക്തനെന്നും ഭഗവാൻ തന്നെ ഒരു ഘട്ടത്തിൽ ഭക്തന് വിധേയനാണെന്ന് അംബരീഷിന് വേണ്ടിയിട്ട് പറഞ്ഞതുപോലെ ഒരവസ്ഥ എപ്പോൾ ക്രിയേറ്റ് ആകുന്നോ അപ്പോൾ ദുർവാസാവിനെ പോലെ ഉള്ളവർ പോലും നമ്മുടെ ഭക്തന്റെ മുമ്പിൽ തോറ്റുപോകുന്ന ഭക്തന്മാരെയാണ് ഭഗവാന്റെ അത്യന്തം പ്രിയം എന്ന് പറഞ്ഞത്. അപ്പം ചിലർ ഭക്തിയുടെ പേരിലൊക്കെ ഇല്ലെങ്കിൽ ആധ്യാത്മികയുടെ പേരിലൊക്കെ അഹങ്കരിച്ച് നടക്കും. ദുർവാസാവിനെ പോലുള്ള സൃഷ്ടി ഇന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഹിതകരമായിട്ട് അല്ലെങ്കിൽ അവരത് ചെയ്യും ഇത് ചെയ്യും എന്നെ അറിയില്ല എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥ ചില ആധ്യാത്മിക ആചാര്യന്മാരൊക്കെ ഉണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരെ. അപ്പം അവരുണ്ടാക്കിയ അച്ചീവ്മെൻ്റ് ഒക്കെ നന്നായി, നമ്മുടെ റൂട്ടിന് അനുകൂലമല്ല, ഇല്ലേ അവരുടെ റൂട്ടിന് അനുകൂലമല്ലാതെ നമ്മൾ അതിൽ നിന്ന് വ്യതിചരിക്കുകയോ മറ്റുള്ളവർക്ക് അതിൽ നിന്നും പോയി പടരുന്ന് ഉപദേശിക്കുകയോ ഒക്കെ കണ്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ പിടിക്കില്ല. അപ്പൊ ദുർവാസാവായിട്ട് അവർ മാറും. എന്നാലും തളരാതെ നമ്മുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ, അതാണ് പര്യുപാസത്തെ. ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് എന്തോ അത് ശ്രദ്ധയോടുകൂടി ആര് ഉപാസിക്കുന്നുവോ അവർക്ക് അങ്ങനെയുള്ള ഭക്തന്മാരെയാണ് ഭഗവാന് പ്രിയം എന്നർത്ഥം.
അപ്പം അന്ന് ഞാൻ ഗൈഡൻസ് കൊടുത്ത ആള് എന്നെ ധിക്കരിച്ച, ഇല്ലെങ്കിൽ എന്നെ അറിയില്ല എന്നൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ പറഞ്ഞെങ്കിലും ഇന്ന് അദ്ദേഹം പോയിട്ട് ഒരു പ്രശ്നത്തിൽ പോയി പെട്ടിരിക്കുക. ഇതൊക്കെ നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. ഞാൻ ഗീതാശാസ്ത്രം വച്ചിട്ടാണ് അദ്ദേഹത്തിനോ ഇല്ലേ, ഞാൻ അദ്ദേഹത്തിന് ഗൈഡൻസ് ഒന്നും കൊടുക്കാൻ പോയില്ല. എൻ്റെ കൂടെ നിൽക്കുന്നവരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെയുള്ളതിനും പോയി പെടാതിരിക്കാൻ ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞു. അത് അദ്ദേഹം അറിഞ്ഞിട്ടാണ്. എന്നെ അറിയില്ല. അവിടെയൊക്കെ അഹങ്കാരം വരുന്നു എന്നർത്ഥം. എന്തൊക്കെ അച്ചീവ്മെന്റ് ആധ്യാത്മികതയിൽ ഉണ്ടാക്കിയാലും ധർമ്മത്തെ അധർമ്മമായി കാണും, അധർമ്മത്തെ ധർമ്മമായി കാണും. ഇവിടെയാണ് പാളിച്ചകൾ പറ്റുക, വഴുതി പോകും യഥാർത്ഥ മാർഗത്തിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മളും അതേ രീതിയിൽ നമുക്ക് അച്ചീവ്മെന്റ് കിട്ടുമ്പം വഴുതി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പല തരത്തിലും നമുക്ക് ഈശ്വരന്റെ അനുഗ്രഹം യോഗക്ഷേമമായിട്ട് വരുമ്പം നമ്മൾ അതിനെ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഉപയോഗിക്കാൻ. അതുകൊണ്ടാണ് ജ്ഞാനം ലഭിച്ചാലും പിന്നെ ഭഗവാന്റെ കൃപയും കൂടെ ലഭിക്കുമ്പോഴേ മോക്ഷത്തിലേക്ക് എത്തുള്ളൂ, ഇല്ലെങ്കിൽ ഭഗവാനിലേക്ക് ലയിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞുതരാം. ഇപ്പം എത്രയോ കാലമായിട്ട് ഉപാസനയും ശിവന്റെ ഭക്തനും ഇല്ലേ, ശിവനിൽ നിന്നുണ്ടായ ശിവപുത്രനായിട്ടാണ് കണക്കാക്കണം ദുർവാസാവിനെ പോലെയുള്ളത് ഇല്ലേ. അംബരീഷത്തിന്റെ മുമ്പിൽ അവിടെ ഈ ഉപാസനയൊന്നും ഫലപ്രദമാകാതെ വന്നുപോയി ഇല്ലേ. എന്താ കാരണം? ഒറ്റ കാരണമുള്ളൂ, ഭക്തനെ ദോഹിക്കാൻ ശ്രമിച്ചു. അപ്പൊ ആ ഭക്തൻ അതേപോലെ ഒരു ഭക്തനായാൽ പിന്നെ ആർക്കും നമ്മളെ തൊട്ട് കളിക്കാൻ പറ്റില്ല എന്നർത്ഥം. അത് അങ്ങനെയുള്ള ഭക്തന്മാര് ആകണമെങ്കിൽ അത് ഒരു ഭക്തൻ എന്നല്ല പറഞ്ഞു, അനേക ഭക്തന്മാർ. എത്ര ഭക്തന്മാരുണ്ടോ ഭഗവാൻ പറഞ്ഞത് എപ്പോഴും ഓർത്തിരിക്കണം. ഏതു ധർമ്മ, ഞാൻ പറഞ്ഞതുമല്ല നിങ്ങൾ കേൾക്കേണ്ടത്, ഭഗവാൻ പറഞ്ഞത് ഏതു ധർമ്മ്യാമൃതപിതം ഭക്തിയോസം. ആ ഭക്തിയോഗത്തില് പറഞ്ഞ ഭഗവാൻ പറഞ്ഞ വ്യക്തോപാസന അവ്യക്തോപാസനയൊന്നും ഞാൻ വേർതിരിച്ച് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. വ്യക്തോപാസന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന നാമസങ്കീർത്തനം, ആ അനുഷ്ഠാനം കൃത്യമായിട്ട് നിങ്ങൾ വ്യക്തിപരമായിട്ട് വ്യക്തമായിട്ട് നിങ്ങൾ സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ നാമം ജപിച്ചുകൊണ്ട് ഉപാസന ചെയ്യൂ. അതിന് ഭൗതികമായ മറ്റ് ഇൻഗ്രീഡിയൻസ് പോലും ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു ജപമാലയുടെ ആവശ്യമില്ല, ഒരു വിളക്ക് കത്തിക്കേണ്ട ആവശ്യമില്ല. അഥവാ നിങ്ങൾ അതൊക്കെ ചെയ്താൽ അതുകൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. അതും വ്യക്തോപാസനയിൽപ്പെടുന്നതാണ്. അപ്പം ആ ശ്രദ്ധ നമുക്ക് തിരിയും. ഏതാണോ യഥാർത്ഥത്തിൽ ശ്രദ്ധ, ഏതു ധർമ്മ്യാമൃതമിതം യഥോക്തം പരിഭാസത. ഭഗവാനെ വ്യക്തമായിരിക്കുന്ന ഈ ശരീരം കൊണ്ട്, വ്യക്തമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ കൊണ്ട്, മനസ്സും പഞ്ചേന്ദ്രിയങ്ങളും നമ്മുടെ ശരീരത്തിലുള്ള ശക്തികളെ കൊണ്ട് നമ്മൾ ഈശ്വരനെ ഉപാസിക്കുക എന്ന് പറയുന്നതാണ് പര്യുപാസതയെന്ന്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏകാഗ്രത കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ വിഗ്രഹമോ ചിത്രമോ ഇനി ഈവൻ ഒരു വിളക്കോ നിങ്ങൾക്ക് എന്താ യുക്തിസഹജമായിട്ട് വേണം തോന്നുന്നത് അത് വെച്ചോളൂ. അതാണ് വ്യക്തോപാസന. പിന്നെ അവ്യക്തോപാസനയിലേക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് എത്തും. എനിക്കത് സാധിക്കുന്നില്ലല്ലോ, എനിക്ക് വിഗ്രഹം കണ്ടിട്ട് പിന്നെ കണ്ണടച്ചാൽ കാണുന്നില്ലല്ലോ, ഇതൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾ ആദ്യം കണ്ടുകൊണ്ട് തന്നെ ഭജിക്കും. പിന്നെ കണ്ണടച്ചാലും ആ വിഗ്രഹം നിങ്ങളുടെ മുമ്പിൽ പ്രകാശിച്ച് നിൽക്കുന്ന ഒരവസ്ഥ തന്നെ ക്രിയേറ്റ് ആണ്. എപ്പോഴും തൂണിലും തുരുമ്പിലും നടപ്പിലും വെടുപ്പിലും ഈശ്വരനെ കാണാനും അനുഭവിക്കാനും സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയാൽ നിങ്ങൾ അവ്യക്തോപാസനയിലും. പിന്നെ ഈ ജപമാലയോ അല്ലെങ്കിൽ വിളക്കോ വിഗ്രഹങ്ങളോ ഒന്നും ആവശ്യമില്ലാതെ നിങ്ങൾ തന്നെ ഊണിലും ഉറക്കത്തിലും നടപ്പിലും എടുപ്പിലും ഓരോ ശ്വാസത്തിലും ഈശ്വരനെ സ്മരിക്കുന്ന അല്ലെ ജപിക്കുന്ന ജപാജപത്തിലേക്കൊക്കെ എത്തുന്ന ആ ഈശ്വര ചൈതന്യം നിങ്ങളിൽ പ്രകാശിക്കാൻ തുടങ്ങും. പിന്നെ നിങ്ങളെ അങ്ങനെയുള്ള ഭക്തരെ തേടിയും വരും ഭക്തന്മാരെ, യാതൊരു സംശയവുമില്ല. മച്ചിത്ത മദ്ഗത പ്രാണബോധയന്ത പരസ്പരം എന്നൊക്കെ ഭഗവാൻ പറഞ്ഞത് നിങ്ങൾ അനുഭവിച്ചറിയാൻ സാധിക്കും. അപ്പം അതായിരിക്കും നിങ്ങൾക്ക് ഈ ഇതുവരെ ഉണ്ടാക്കിയ ഭൗതിക നേട്ടങ്ങളിലൊക്കെ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന അവസ്ഥയും അപ്പോഴായിരിക്കും ക്രിയേറ്റ് ചെയ്യുക. തുക്ഷന്തീതര ബന്ധിച്ച പിന്നെ ആയിരിക്കും അനായാസത ജീവിതം. പിന്നെ യാതൊരുവിധ കൺസിക്വൻസീസ് ബാക്കിയുള്ളതൊന്നും ആരെങ്കിലും നമ്മളെ അപമാനയോ സ്തുതിച്ചാലോ വന്നിച്ചാലോ നിന്ദിച്ചാലോ എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒക്കെ പ്രസന്ന ചിത്തനായിരിക്കും. അപ്പോൾ ഭഗവാന്റെ പ്രീതി തന്നെ വന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളാം. ഇതാണ് ലളിതമായ ഭക്തിയോഗം.
എപ്പോഴും ഓർത്തിരുന്നുള്ള ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ക്ലേശങ്ങളും ഈ ശരീരങ്ങളും അതൊക്കെ ശ്രദ്ധയോടെ അഭ്യാസം തന്നെ ചെയ്യണം. അത് ഏത് തരത്തിലുള്ള റൂട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അത് തുടരെ അതിൽ കൃത്യനിഷ്ഠയും ഭക്തിയും വിവേചന ശക്തിയും ദൃഢനിശ്ചയവും ത്യാഗമനസ്സും ഉണ്ടായിരിക്കണം. ഈ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ ഒരു കാരണവശാലും വീഴ്ച വരുത്തരുത്. തുടങ്ങി വെച്ച് ആരംഭശൂരത്വം കാണിക്കും, പിന്നെ പകുതി വഴിയിൽ ഉപേക്ഷിച്ചാൽ ഒരിടത്തും എത്തില്ല. കുറച്ചു കാലം അതിൻ്റെ സുഖമൊക്കെ കിട്ടിയാലും അത് ശാശ്വതമായിട്ട് നിലനിൽക്കില്ല. വീണ്ടും ഒന്നു തുടങ്ങേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അനുഷ്ഠാനം നമ്മൾ പല കാര്യങ്ങളും തുടങ്ങി വയ്ക്കും, കുറച്ചു കാലം ചെയ്യും, അത് കഴിഞ്ഞിട്ട് സ്ലിപ്പായി പോവും. അങ്ങനെ ഉണ്ടായാൽ ഈ പറയുന്ന അച്ചീവ്മെൻ്റ് ഉണ്ടാകുന്നതല്ല. അപ്പം എന്നുവരെ നമ്മൾ പറയുമ്പോൾ ആധ്യാത്മികമായിട്ട് ഞാനത് ചെയ്തു ഇത് ചെയ്തു പ്രയത്നങ്ങളെ പറ്റിയൊക്കെ ക്ലേശങ്ങളെ പറ്റിയൊക്കെ പറയും. പക്ഷേ നിങ്ങൾക്ക് എന്തൊക്കെ ക്ലേശങ്ങളും ഉപാസനകളും നടത്തിയാലും അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാകുന്നത് വരെ ഈശ്വരൻ്റെ കൃപ യഥാർത്ഥത്തിൽ അനുഭവിച്ചറിയാൻ സാധിക്കുന്നതല്ല. അപ്പം അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാകണമെങ്കിൽ പൂർവ്വജന്മാർജിതമായിട്ടുള്ള കർമ്മബന്ധനങ്ങളില്ലാതെ വരണം. അതിന് ഈ അനുഷ്ഠാനങ്ങൾ മുടക്കാതെ ചെയ്താൽ അത് തന്നെ ശുദ്ധീകരിക്കപ്പെടും. അതിനുള്ള ക്ലേശങ്ങൾ എന്തുണ്ടായാലും വേണ്ട, അതൊക്കെ സുഖദുഃഖങ്ങളെ ഓവർകം ചെയ്യുക തന്നെ വേണം. അവിടെ തളരരുത്, അവിടെ പിന്നോട്ട് പോകരുത്, വഴുതിപ്പോകരുത്, ഭ്രഷ്ടനാകരുത്. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാകും, ഈ വിധ ക്ലേശങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ പൂർവ്വജന്മാർജിതമായ ദുരിതങ്ങളാണ് അനുഭവിക്കുന്നത് എന്നുള്ള ബോധ്യം വന്നാൽ പിന്നെ അവിടെ തളരില്ല. അതറിയാൻ മേലാത്തത് കൊണ്ടാണ് പകുതി വഴിയിലൊക്കെ മറ്റുള്ളവരുടെ പ്രേരണയും കൂടെ കിട്ടുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് സ്ലിപ്പായി. അതുകൊണ്ട് അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് വളരെ ശ്രദ്ധാപൂർവം ഭഗവാൻ പറയുന്ന കേട്ട് അനുസരിക്കണം. അത് മുടങ്ങാതെ ചെയ്യുന്നതിനാണ് പര്യുപാസത എന്ന് പറയുന്നത്. ചടങ്ങെന്നുള്ള നിലയിലായിരിക്കരുത്, വല്ലപ്പോഴും ഒരിക്കലായിരിക്കരുത്. നിത്യയുക്താപാസതയെ അനന്യാ ചിന്തയന്തോ മാമേ ജനാപരിപാസതയെ ശ്രദ്ധദാനാമത്പരമ ഭക്താസേം അതീവമേ പ്രിയ എന്ന് പറഞ്ഞതും കൂടെ രണ്ടും കൂടെ കൂട്ടി വായിക്കണം. അപ്പോൾ യോഗക്ഷേമം ഭഗവാൻ തന്നെ നോക്കുക തന്നെ ചെയ്യും. ആ ഒരവസ്ഥയിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഭക്തിയോഗത്തിൻ്റെ ഒരു പടി കൂടെ കടക്കാനുള്ള 1-2 പേര് ആണ് പറഞ്ഞെങ്കിലും അത് മറ്റുള്ളവർ കൂടി പ്രയോജനപ്പെടുന്ന വിധത്തിൽ ഞാൻ ഭക്തിയോഗം ഇത്രയും 3-4 ദിവസമായിട്ട് വിസ്തരിച്ചിട്ടും ഇതിൻ്റെ സംക്ഷിപ്തം പറഞ്ഞപ്പോഴാണ് ഇപ്പോഴും ആ ഒരു പൂർണ്ണത, സംതൃപ്തി എനിക്ക് തോന്നിയത്. അപ്പം ഭഗവാൻ ആണ് നമുക്ക് ആരെ കൊണ്ട് പറയിപ്പിച്ചാലും എങ്ങനെയായാലും നിമിത്തമാകുന്നത് ആരായാലും വേണ്ടില്ല. യഥാർത്ഥത്തിൽ അറിയേണ്ടത് നിങ്ങൾക്ക് ഇതുകൊണ്ട് അറിയാൻ സാധിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലെന്തെങ്കിലും സംശയം ഇനി തോന്നുന്നുണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി യദ്ദ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പീതാംബരം കരവിലാശങ്കചക്രം കൗമോദകീം സരസിജം കരുണാസമുദ്രം യഥാസഹായ മധുസുന്ദരമന്ദഹാസം പാതാലേശമനിശം ഹൃദിഭാവയാമി പാതാലേശമനിശം ഹൃദിഭാവയാമി. നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം ശാന്തി ശാന്തി ശാന്തി.